ഞാൻ കച്ചവട കച്ചവടത്തിന്റെ തിരക്കുകളിലായിരുന്നു. പക്ഷെ അങ്ങനെ കച്ചവടത്തിന്റെ കാര്യവുമായിട്ട് ഓടി നടക്കുന്നതിനിടയിലാണ് മറ്റൊരു ലാഭകരമായ കച്ചവടത്തെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ഉസ്താദ് പറയുന്നത് കേട്ടത്. എന്തിനാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഇത്ര ശ്രമകരമായ കച്ചവടം ചെയ്യുന്നത്? ഏറ്റവും ലാഭകരമായ, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കച്ചവടം ഉണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞപ്പോൾ പിന്നെ എന്താണെന്നൊന്ന് കേൾക്കാം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ജുമഴക്ക് വന്ന ആളുകളോടാണ് ഉസ്താദ് ഈ കച്ചവടത്തിന്റെ വിവരം പറയുന്നത്. കണ്ണൂര് സലഫി ജുമാ മസ്ജിദാണ്. കണ്ണൂർ അറിയാലോ, കച്ചവടക്കാർക്ക് കച്ചവടത്തിന് പ്രിയം ഉള്ള ആൾക്കാരാണ്. കണ്ണൂർ കോഴിക്കോടൊക്കെ കച്ചവടത്തിന്റെ ആൾക്കാരാണ്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്ന ഈ കച്ചവടം, പുതിയ കച്ചവടം, ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു കച്ചവടം എന്താണ് എന്നറിയാനുള്ള ഒരു കൗതുകത്തിന് ഞാനത് കണ്ടപ്പോ, അങ്ങനെ നമുക്ക് ഏറ്റവും ലാഭകരമായ ഒരു കച്ചവടത്തിനെ കുറിച്ചൊരു വിവരം ഞാൻ അറിഞ്ഞിട്ട് ഞാൻ എന്റെ കച്ചവടം പിന്നെ ഈ ലാഭകരമായ കച്ചവടത്തിന്റെ കാര്യം മറച്ചു വെക്കുക ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ലാഭകരമായ കച്ചവടം അന്വേഷിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും സഹായകരമാകട്ടെ എന്ന രീതിയിൽ ആ കച്ചവടം നിങ്ങളെ കൂടി പരിചയപ്പെടുത്താം എന്ന് തീരുമാനിക്കുകയാണ്. അതിനിടയിൽ ഈ കച്ചവടം ചെയ്യുന്ന ഉസ്താദിന്റെ സീമന്തപുത്രനാണോ രണ്ടാമത്തെ പുത്രനാണോ എനിക്കറിയില്ല. എന്തായാലും അബ്ദുള്ള ബാസില് അദ്ദേഹവും ഒരു ചെറിയ കച്ചവടം തുടങ്ങിയിരുന്നു. അൺമാസ്കിംഗ് അനോമലീസ് എന്നൊരു കച്ചവടം തുടങ്ങിയിരുന്നു. അപ്പൊ ആ കച്ചവടത്തില് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആ കച്ചവടം അധികം താമസിയാതെ, ഇപ്പൊ വലിയ മുതിർന്ന മൂല്യന്മാരൊക്കെ കുറെ കാലം ചെയ്ത കച്ചവടം ഇത് എന്താ പറയാ, ആയുസെത്താതെ പൂട്ടേണ്ടി വരുമോ, കച്ചവടത്തിന്റെ പേര് പെയിട്ടോടിയെന്നോ എപ്പോ പൂട്ടിയെന്നൊക്കെ ആവുമോ എന്നൊരു അവസ്ഥയിൽ അദ്ദേഹം ഏറ്റവും പുതിയതായിട്ട് അദ്ദേഹം പുറത്തുവിട്ട ഒരു ഇമേജ്, ഞാനും ജബ്ബാർ മാഷും ഇരുന്ന ഒരു പ്രോഗ്രാമില് ആളില്ലായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഫോട്ടോഷോപ്പിലൊക്കെ കഷ്ടപ്പെട്ട് ഇമേജ് ഉണ്ടാക്കുന്ന ഒരു ഒരു കച്ചവടക്കാരന്റെ ഗതികേട് അത് കണ്ടപ്പോ എനിക്ക് മൃണാളിനെയാണ് ഓർമ്മ വന്നത്. അദ്ദേഹത്തിന്റെ അറിയില്ലേ മൃണാളിനെ, ഈ പറയുന്ന എന്താ പറയാ ബാസിലിന്റെ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള പെടാപ്പാട് അല്ലെങ്കിൽ UA ടീമിന്റെ പെടാപ്പാട് കണ്ടപ്പോ എനിക്ക് സത്യത്തിൽ മൃണാളിനെയാണ് ഓർമ്മ വന്നത്. അതിലേക്ക് കുറിച്ച് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ പറയാം. പണ്ട് ജബ്ബാർ മാഷ് ഒരു കുപ്പി വെള്ളം കുടിച്ച് താഴെ വെച്ചപ്പോ ആ കുപ്പി ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് കുറെ കുപ്പികളാക്കി ജബ്ബാർ മാഷ് MM അക്ബറുമായിട്ടുള്ള സംവാദത്തിന്റെ അന്ന് കുറെ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ധൃതംഗ പുളങ്കിതരായിട്ടുള്ള ആൾക്കാരാണ് ഇവര്. അപ്പൊ അതുകൊണ്ട് ആളില്ലാത്ത സമയത്ത് ഒരു ഓഡിറ്റോറിയത്തിന്റെ ഫോട്ടോ എടുക്കുകയും എന്നിട്ട് പ്രോഗ്രാം നടക്കുന്ന ഫോട്ടോയുടെ ഭാഗത്തേക്ക് അത് ഒട്ടിച്ചു ചേർത്ത്, ഇതൊക്കെ ഏത് നൂറ്റാണ്ടിലെ കലാപരിപാടി എന്ന് ആലോചിക്കണം. സുന്നികളുടെ വയലിന്റെ ക്ലിപ്പ് കട്ടുമുറിച്ചിട്ട് മുജാഹിദില് KNMന്റെ വീഡിയോ ക്ലിപ്പുകൾ കട്ടുമുറിച്ചും ശീലിച്ച ഈ വിസ്ഡം കുട്ടികൾക്ക് ക്ലിപ്പ് കട്ടുമുറിക്കലും കോട്ടിമാട്ടുക എന്ന് ഇവർ തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു വാക്ക് ഞാൻ അവർക്കെതിരെ പ്രയോഗിക്കാറുണ്ട്. ഈ കോട്ടിമാട്ടലും ഈ ഫോട്ടോഷോപ്പും കലാപരിപാടി അല്ലാതെ എന്നാണ് ഇവർക്കൊക്കെ മാന്യമായിട്ട് ഒരു വിമർശനം അതിനെ നേരിടാൻ കഴിയുക എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും നമ്മൾ ഇന്ന് ഇദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള അബ്ദുള്ള അബ്ബാസിന്റെ പിതാവായിട്ടുള്ള CP സലീം കണ്ണൂർക്കാരായിട്ടുള്ള മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും മഹത്തരമായ ഒരു കച്ചവടത്തിന്റെ രഹസ്യം ആണ് നമ്മൾ ഇന്നിവിടെ വെളിവാക്കാൻ പോകുന്നത്. അപ്പൊ കച്ചവട തൽപരരായ ആളുകൾ ആ കച്ചവടത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാവുന്നതാണ്. ഒരു കുടുംബടക്കം കച്ചവടക്കാരാണ് എന്ന് പറയുന്ന ഫിലോമിനയുടെ ഒരു ഡയലോഗാണ് ഈ തരുണത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ കച്ചവടത്തെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ഒരു മഹാസമ്മേളനം കോഴിക്കോട് വെച്ച് നടന്നിരുന്ന സമ്മേളനം, അതും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു പ്രമേയമുള്ള സമ്മേളനം. ആ പ്രമേയം നമ്മളാണ് അന്ന് ആ ഒരു ടീം എന്നുള്ളവർക്ക് ഡിസൈൻ ചെയ്തത്. ഏക മാനവതയ്ക്ക് ഏകദൈവ വിശ്വാസം എന്ന പ്രമേയം. ആ പ്രമേയത്തിൽ ഊന്നിയ ചെറിയ ചെറിയ പ്രഭാഷണങ്ങൾ, അന്ന് പ്രസംഗരംഗത്തൊന്നും അങ്ങനെയില്ല, ചെറുപ്പമാണല്ലോ. അപ്പോൾ ചെറിയ ചെറിയ പ്രഭാഷണങ്ങൾ പല സ്ഥലത്ത് നടത്താൻ വേണ്ടി ആണ് കുറച്ച് മതതാരതമ്യ പഠനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. ആ മതതാരതമ്യ പഠനവും പിന്നെ എൻ്റെ ഒരു ഫിസിക്സിലെ ഒരു സയൻസ് വിദ്യാർത്ഥി എന്നുള്ള നിനക്കുള്ള ഒരു എക്സ്പോഷറും, ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ മതത്തെ എന്തിനെയാണെങ്കിലും ചോദ്യം ചെയ്ത് മാത്രം അനുധാവനം ചെയ്യുക എന്നുള്ളൊരു സംസ്കാരം സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാം ആണ് എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളാണെന്ന് പറയുമ്പോഴും അത് കേവലമായി സ്വീകരിക്കാവുന്നതിനപ്പുറത്ത് അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ്, അങ്ങനെ പഠിച്ചവൻ പറയാൻ കാരണം എന്താണ്, ആ ഒരു കൽപ്പന എന്തുകൊണ്ട് എന്നൊരു അന്വേഷണമുണ്ട്. ആ അന്വേഷണം മറ്റു മതങ്ങളുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് കൂടി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇസ്ലാമിന്റെ ഉച്ചനം. ഇതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം മതത്തെ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ മതത്തിനെ അപ്രോച്ച് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ യുക്തിപരമായ ശാസ്ത്രീയമായിട്ടുള്ള വിശകലനത്തിലൂടെയും ഇദ്ദേഹം അതിന്റെ യുക്തിയൊക്കെ അന്വേഷിച്ച് എന്നാൽ അള്ളാഹു അങ്ങനെ എന്താ പറയാൻ കാരണം, അല്ലെങ്കിൽ ഈ ആയത്തിന് ഇങ്ങനെ അർത്ഥം വരാൻ കാരണം എന്താണ് എന്നാണ്. എന്നാൽ ഇദ്ദേഹം പറഞ്ഞിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് ഇദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ആളുകളോട് എന്താ പറയുന്നത്, ഞാൻ ആ വീഡിയോ ഭാഗം ഉൾപ്പെടുത്തിയിട്ടില്ല. ഇദ്ദേഹം എന്നല്ല, ഇസ്ലാമിന്റെ പ്രബോധകർ എല്ലാവരും, പണ്ഡിതന്മാരെല്ലാവരും പറയുന്നത്, നമ്മൾക്ക് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ വിശ്വാസം ഉണ്ടായാൽ, ഇത് ദൈവികമാണെന്ന് വിശ്വസിച്ചാൽ, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ, പിന്നെ ഖുർആനിൽ എന്ത് പറഞ്ഞു അല്ലെങ്കിൽ പ്രവാചകൻ എന്ത് പറഞ്ഞു അതനുസരിക്കുക എന്നതാണ് യുക്തി എന്നാണ് സാധാരണഗതിയിൽ ഇവരൊക്കെ പറയാറ്. പക്ഷെ ഇവിടെ അക്ബർ സാഹിബ് പറയുന്നത് നേരെ തിരിച്ചാണ്. ഇദ്ദേഹം
യുക്തിപരമായി ശാസ്ത്രീയമായ വിശകലനങ്ങളിലൂടെ ഖുർആനിന്റെ വാക്യത്തിന്റെ ആന്തരികമായ അർത്ഥത്തിലേക്ക് ഊളിയിട്ടു എന്നും അള്ളാഹു ഈ ആയത്തിൽ ഇങ്ങനെ പറയാനുള്ള യുക്തിപരമായ കാരണം എന്തായിരിക്കും എന്ന് അന്വേഷിച്ചു എന്നും അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇതര മതങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ പഠിക്കുകയും അങ്ങനെ ഇസ്ലാമിന്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള സംഭവം അദ്ദേഹത്തിന് ഓർമ്മ വന്നു, അല്ലെങ്കിൽ അത് മനസ്സിലായി എന്നുമാണ്, ഇസ്ലാമിന്റെ ഉജ്ജ്വലത മനസ്സിലായി എന്നും, അങ്ങനെ ഉജ്ജ്വലത മനസ്സിലായതുകൊണ്ട് എന്നാ പിന്നെ നല്ലൊരു പ്രോഡക്റ്റ് അല്ലേ കയ്യിൽ വെച്ചോണ്ടിരിക്കേണ്ട, നമുക്കിത് ഇറങ്ങി കച്ചവടം ചെയ്യാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു എന്നാണ്, മാർക്കറ്റിംഗ് ഫീൽഡിൽ സെയിൽസോ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടീവ് ആയിരുന്നാണ് എന്റെ മനസ്സിലാക്കല്. ചിലപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ മേ ബി തെറ്റായിരിക്കാം. എനിവേ, അപ്പോ ആ അർത്ഥത്തിൽ അങ്ങനെ നടക്കുന്ന സമയത്താണ് ഇസ്ലാമിന്റെ ഉജ്ജ്വലത മനസ്സിലാക്കുകയും ഇത് MSMന് വേണ്ടി ഒരു ഗ്രന്ഥം എഴുതി ഒരു ചെറിയ പരിപാടി സംഘടിപ്പിച്ചു. അതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഉജ്ജ്വലത മനസ്സിലായി. ഉജ്ജ്വലത മനസ്സിലായ കഴിഞ്ഞാൽ പിന്നെ വെയിലും കൊണ്ട് ബൈക്ക് ഓടിച്ച് നാട്ടുകാരെ പ്രോഡക്റ്റ് വിൽക്കാൻ നടക്കണ്ട, ഇത്ര ഉജ്ജ്വലമായ ഒരു പ്രോഡക്റ്റ് നമ്മളെത്തുണ്ടെങ്കിൽ നമുക്ക് അതിന് ഇച്ചിരി യോഗ്യത കുറവാണെങ്കിലും നമുക്ക് എന്നാ പിന്നെ ഇതന്നെ വിൽക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ കഥ. ആ ഇസ്ലാമിന്റെ ഉജ്ജ്വലത നമുക്ക് മനസ്സിലാകുമ്പോഴാണ് അത് പ്രസന്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും അത് നമ്മൾ അതിന് അർഹനാണെങ്കിലും അല്ലെങ്കിലും ആളുകൾക്ക് ഇത് ഇത്രയും ഉജ്ജ്വലമായ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് അത് പ്രസന്റ് ചെയ്യാതിരിക്കുന്നത് ഒരു ശരിയല്ലോ എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് സത്യത്തിൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ചെറിയ രൂപത്തിലുള്ള സംവാദങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ്. അത് പിന്നീട് നിച്ച് ഓഫ് ട്രൂത്ത് അരീക്കോട് ഉണ്ടായത്. പിന്നെ നിച്ച് ഓഫ് ട്രൂത്തായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. അപ്പോൾ അത് കൂടുതൽ ബാധ്യതയായി മാറി. അങ്ങനെയാണ് ഈ പ്രബോധന രംഗത്ത് ഇങ്ങനെ കാരണം. അപ്പോൾ ഇസ്ലാം ഉജ്ജ്വലമായ ഒരു പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കി നമ്മൾ വേറെ ഈ സിമെന്റും കമ്പിയൊന്നും മാർക്കറ്റ് ചെയ്യുന്ന അത്ര റിസ്ക് ഇല്ല, ഇത് കുറച്ചുകൂടി സേഫ് ആണെന്ന് മനസ്സിലാക്കി ഇത്രയും ഉജ്ജ്വലമായ ഒരു പ്രൊഡക്റ്റ് റിസ്ക് ഇല്ലാതെ കച്ചവടം ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് കയ്യിലുണ്ടായിട്ട് പിന്നെ നമ്മൾ എന്താ പിന്നെ ഇത് കച്ചവടം ചെയ്താൽ എന്താ എന്ന് വിചാരിച്ച് അത് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ നുറുങ്ങ് കലാപരിപാടികളൊക്കെ പിന്നെ സ്വായത്തമാക്കി അങ്ങനെയാണ് ഇറങ്ങി തിരിച്ചതാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ല, നമുക്ക് അതിന് അർഹത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അതായത് നമുക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് കിതാബ് തിരിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് അതിന്റെ ഗുണഫലങ്ങൾ മുഴുവൻ അനുഭവിച്ചിട്ടൊന്നുമല്ലല്ലോ ഒരു സാധനം വിൽക്കാൻ പോകുന്നത്. എന്നതുപോലെ ഇത് കൊള്ളാം, കച്ചവടത്തിന് കൊള്ളാം എന്ന് തോന്നി, ലാഭകരമായ കച്ചവടമാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം ആ കച്ചവടത്തിന് ഇറങ്ങി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹത്തോട് അപ്പോൾ ചോദിക്കണോ ഇത്രയൊക്കെ അറിഞ്ഞ് അള്ളാഹു ഈ ഒരു ഖുർആനിൽ ഇങ്ങനെ പറയാൻ എന്തായിരിക്കും കാരണം എന്നൊക്കെ അന്വേഷിക്കാനും മാത്രമുള്ള പാണ്ഡിത്യമുള്ള അക്ബർ സാഹിബിന്റെ അറബി പാണ്ഡിത്യം എത്രത്തോളം ഉണ്ട്. ഇപ്പൊ ജബ്ബാർ മാഷ് ഖുർആൻ ക്ലാസ് അറബിയിൽ എടുക്കുന്നു, അല്ലെങ്കിൽ അറബിയിലുള്ള ഖുർആൻ ജബ്ബാർ മാഷ് ക്ലാസ് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു, അത് ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുടെ നേതാവ് അദ്ദേഹത്തിന്റെ, അതായത് ഖുർആനില് അള്ളാഹു ഒരായത്തിൽ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് അന്വേഷിച്ച് അതിനെ വിശദാംശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വിശകലനം ചെയ്ത് മാത്രം റീസണിങ്ങിലൂടെ മാത്രം ഖുർആൻ ബോധ്യപ്പെട്ട അക്ബർ സാഹിബിന് ഖുർആനിലുള്ള അവഗാഹം, എന്നിട്ട് പിന്നെ അത് ഉജ്ജ്വലമായ ഒരു പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കി അത് കച്ചവടം ചെയ്യാൻ ഇറങ്ങി തിരിച്ച അക്ബർ സാഹിബിന്റെ അറബി പരിജ്ഞാനം എത്രയാണെന്ന് ഇനി അക്ബർ സാഹിബ് പറയുമെന്ന് കേട്ടോളി. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അതിന് നമ്മൾ യോഗ്യനാണെങ്കിലും അല്ലെങ്കിലും കച്ചവടത്തിന് നമുക്ക് എന്തായാലും ഇറങ്ങാം എന്ന്. ഈ ഇസ്ലാമിക കോളേജുകളിലെ മറ്റൊന്നും ഔദ്യോഗികമായി പഠിക്കാത്ത അക്ബർ സാഹിബിന് എങ്ങനെയാണ് ഇത്രത്തോളം ഗഹനമായ അറിവ് നേടാൻ സാധിച്ചത്? അതിന് താങ്കൾ സ്വീകരിച്ച മാർഗം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി. സത്യത്തിൽ ഗഹനമായ അറിവ് എന്നെല്ലാം പറയുമ്പോൾ അതൊന്നും എന്നെ കുറിച്ച് അത്ര ശരിയായ പരാമർശമാണെന്ന് തോന്നുന്നില്ല. കാരണം അത് വിനയം കൊണ്ട് പറഞ്ഞതാണേ, അത് വിനയമാണ്. വിനയം സാഹിബിന്റെ മുഖമുദ്രയാണ്. അത് നന്നായി. ഞാൻ വിഷയങ്ങളെ പഠിക്കാറുണ്ടെന്നല്ലാതെ അങ്ങനെ ഒരു ഡെപ്തിൽ ഉള്ള ഒരു നോളജ് എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു വിഷയത്തിലാണ്. ഞാൻ സത്യത്തിൽ ഔദ്യോഗികമായി മദ്രസ കേരളത്തിന്റെ 5ാം ക്ലാസ് മദ്രസയാണ് എൻ്റെ ഇസ്ലാമിക വിദ്യാഭ്യാസം എന്നാണ്. പഠിക്കുന്ന കാലത്ത് ഞാൻ ഡിഗ്രി ഫിസിക്സ് ആണ് പഠിക്കുന്ന കാലത്ത് തമാശക്ക് പോലും അറബി കോളേജുകളൊന്നും കയറി പോകാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ആണ് എൻ്റെ ഇസ്ലാമികമായ ഒരു പശ്ചാത്തലം. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മളിപ്പോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരില് സുന്നി മദ്രസകളിൽ 5ാം ക്ലാസ് 6ാം ക്ലാസ്സും ഒക്കെ പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, KNMന്റെ 5ാം ക്ലാസ് മദ്രസ എന്ന് പറഞ്ഞാൽ നേരാമണ്ണം തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതാൻ പോലും അറിയാത്ത കൂട്ടം എന്നാണ് അർത്ഥം. ആ ക്ലാസ് അത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള അവസ്ഥയാണ് കേട്ടോ. ഈ നമ്മൾ തജ്വീദില് പഠിക്കുന്നത് ഖുർആനിന്റെ പിന്നെ പാരായണ രീതിയും അതേപോലെ തന്നെ അറബി അക്ഷരമാല പഠിക്കുന്ന സമയം തൊട്ട് നമുക്ക് പിന്നെ അറബി അക്ഷരങ്ങൾക്ക് ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള ഉച്ചാരണമൊക്കെ ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഐന്, ഐന്, ഖാഫ്, ളാദ്, സ്വാദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അക്ഷരങ്ങളുണ്ട്. അപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാല് ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നൊക്കെ ഓതണം. അത് നമ്മുടെ നാട്ടിലൊക്കെ മുജാഹിദ് മദ്രസയിലുള്ള കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. ഓൽക്ക് അഫ്സൽ ഉലമ കഴിഞ്ഞ ഏതെങ്കിലും KNM എന്നേക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാം. ഓലെങ്ങനെ പറയാ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. ഇങ്ങനെ അക്ബർ സാഹിബ് ഖുർആൻ വചനങ്ങൾ ഉദ്ധരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ തന്നെ പല രീതിയിൽ അദ്ദേഹത്തിന്റെ ഖുർആൻ വചനങ്ങളുടെ ആ ഒരു തജ്വീദിന്റെ കാര്യം നമ്മൾ സംസാരിക്കാറുണ്ട്. അല്ലെങ്കിൽ അതിന്റെ ഉച്ചാരണ പ്രശ്നം കലക്കലക്കും എന്നാ പറയാ. കലക്കലക്കും എന്നുള്ളതിന് കലക്കലക്കും എന്നാണ് പറയാ. അക്ബർ സാഹിബ് പറയാം ഞാൻ കലക്കലക്കും ഒക്കെ
പിന്നെ അദ്ദേഹത്തിന്റെ വാദങ്ങൾ കേൾപ്പിച്ച്, അതായത് ഖുർആൻ ശാസ്ത്രമൊക്കെ അരച്ച് കലക്കി കുടിച്ച് ഇസ്ലാമിക പ്രബോധനം നടത്തി ഇസ്ലാമിനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി ഗീതയും ബൈബിളും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുന്ന അക്ബർ സാഹിബ് ഖുർആനിലെ ഖലഖ ലക്കും എന്നതിനെ പറയാ ഖലഖ ലക്കും എന്നാണ്. അപ്പൊ ഞങ്ങള് ചെറിയ പ്രായത്തില് 5ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് മുജാഹിദ് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ നമുക്കൊരു തരം പുച്ഛമാണ്. കാരണം അവർക്ക് ഖുർആൻ ശരിയായ രീതിയിൽ അതിന്റെ അറബി അക്ഷരസ്ഫുടതയിൽ ഓതാൻ അറിയില്ല. ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ ആമീൻ എന്നാണ് ഓല് പറയുന്നത്. ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ ഒന്നും ഉണ്ടാവില്ല. ഇത് ഞാൻ വെറുതെ പറയല്ല, ഇത് കേട്ടോണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ മദ്രസ പഠനം സുന്നി മദ്രസയിൽ പഠിക്കുകയും മുജാഹിദ് മദ്രസയിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവുകയും ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും അടുത്തുള്ള സ്കൂളിലെ അറബി ഭാഷയായിരിക്കും മിക്കവാറും ഈ മുജാഹിദ് മദ്രസകളിലെ ഉസ്താദ്. സുന്നി മദ്രസകളിൽ ഇപ്പൊ ഈ പരിപാടിക്ക് ആളില്ല എന്നൊക്കെ പറയണവർ ശ്രദ്ധിക്കണം കേട്ടോ. സുന്നി മദ്രസകളിൽ ഒരു മഹല്ലിൽ തന്നെ 1, 2, 3, 4 മദ്രസകൾ ഉണ്ടാവുമ്പോൾ ആകെക്കൂടെ 2, 3 മഹല്ലിന് ചേർന്നുണ്ടാവുന്ന ഒരു മുജാഹിദ് മദ്രസയില് അമലിയ എല്ലാം കൂടെ ഫിഖ്ഹും താരീഖും തജ്വീദും അഖ്ലാഖും അഖീദയും എല്ലാം കൂടെ പഠിപ്പിക്കാൻ ഒരു മാഷോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളില് പഠിപ്പിക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു അറബി ടീച്ചറൊക്കെ ആയിരിക്കും ഇവർക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കും ഇവർക്ക് ക്ലാസ് എടുക്കുക. ഒരു മുജാഹിദ് മദ്രസയില് ഒരു 20 കുട്ടികൾ 15 കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ മഹാത്ഭുതമാണ്. അപ്പൊ 1ാം ക്ലാസ്സിൽ ഒരു കുട്ടി, 2ാം ക്ലാസ്സിൽ ഒരു കുട്ടി, 3ാം ക്ലാസ്സിൽ ഒരു കുട്ടി, 4ാം ക്ലാസ്സിൽ ഒരു കുട്ടി, ഇങ്ങനെയാണ് മുജാഹിദ് മദ്രസയുടെ അവസ്ഥ. അപ്പൊ ആ അവസ്ഥയിൽ നിന്നിരുന്നവരാണ് ഇപ്പോ ഈ ഫോട്ടോഷോപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ ആളില്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഫോട്ടോഷോപ്പും എഡിറ്റിംഗും ഒക്കെ ചെയ്തിട്ട് കഷ്ടപ്പെടുന്നതെന്ന് ആലോചിക്കണം. അപ്പൊ അത് പോട്ടെ, ഞാൻ പറഞ്ഞത് അവരുടെ മദ്രസയിൽ ആളുണ്ടായിരുന്നു എന്നുള്ളതല്ല. അവർ പഠിപ്പിച്ചിരുന്ന അറബി, അവർ പഠിപ്പിച്ചിരുന്ന ഖുർആൻ ഇങ്ങനെയാണ്. കാരണം പ്രബോധനം നടത്തുന്ന ആളുടെ യോഗ്യത KNM-ന്റെ 5ാം ക്ലാസ് മദ്രസ ആണെങ്കിൽ ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥ, അതിൽ പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ, ഈ ദൈവത്തിന്റെ കീഴിൽ ഇദ്ദേഹമാണ് ദൈവ സ്കൂളിൽ ട്രെയിനിങ് കൊടുക്കുന്നത്. ഇദ്ദേഹമാണ് വേറെ കുട്ടികൾക്ക് എങ്ങനെയാണ് ദൈവത്തെ നടത്തേണ്ടത് എന്ന് ട്രെയിനിങ് കൊടുക്കുന്ന ദൈവ വർക്ക്ഷോപ്പ് ഒക്കെ നടത്തുന്ന ആളാണ് കേട്ടോ. അപ്പോ ഇതൊക്കെ കയ്യിലും കക്ഷത്തും വെച്ച് നടക്കുന്ന ആൾക്കാരാണ് ഈ മുജാഹിദുകൾ, സലഫികൾ എന്നൊക്കെ അറിയപ്പെടുന്നവർ എന്ന് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞെന്നുള്ളൂ. നമ്മുടെ വിഷയമല്ല. അക്ബർ സാഹിബ് 5ാം ക്ലാസ് മദ്രസ ആയാലും 6ാം ക്ലാസ് മദ്രസ ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ കാലഘട്ടത്തിൽ സുന്നി മദ്രസകളിൽ പഠിച്ച 5ാം ക്ലാസ്സുകാരന്റെ അടുത്ത് KNM-ന്റെ 5ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് വെറും പുജ്ജാണ്, പുജ്ജ് എന്ന് പറഞ്ഞു എന്ന് മാത്രമുള്ളത്. ഈ മലപ്പുറം കോട്ടക്കൽ ഭാഷയിലുള്ള ഒരു പ്രയോഗമാണ്. നമ്മുടെ മുമ്പിൽ ഇജ്ജൊക്കെ വെറും പുജ്ജാണ്. അപ്പൊ അത് പോട്ടെ, അതൊന്നും നമ്മളെ വിഷയമല്ല. പറയുന്ന ആശയത്തിലാണ് പ്രധാനം, എത്ര ആളുണ്ടായിരുന്നു എന്നുള്ളതല്ല. എനിവേ, നമ്മൾ എന്തായാലും കച്ചവടത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെയാണ് അക്ബർ സാഹിബ് ഈ കച്ചവടത്തിലേക്ക് വന്നത് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട ദാഴിമാരിൽ ഒരാളും സലഫി കണ്ണൂർ ടൗൺ സലഫി മസ്ജിദിലെ ഖതീബും സർവോപരി വിസ്ഡത്തിലെ യുവരക്തം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ അബ്ദുള്ള അബ്ബാസിന്റെ പിതാവുമായ CP സലീം ഒരു കച്ചവടത്തെക്കുറിച്ച് ഖുർആനിൽ നിന്ന് ഒരു ഉദ്ധരണിയെടുത്ത് തന്റെ മുമ്പിൽ വെള്ളിയാഴ്ച ജുമാ ഖുത്ബക്ക് ഇരിക്കുന്ന ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എല്ലാവരും കച്ചവടം, കാര്യം, ജോലി എന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കല്ലേ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു കച്ചവടത്തെക്കുറിച്ച് അറിയിച്ചു തരട്ടെയോ എന്ന്. അത് അദ്ദേഹം സ്വന്തം നിലക്ക് പറയല്ല. ഇവർക്കൊക്കെ ഈ കച്ചവടം പഠിപ്പിച്ചു കൊടുത്തത് മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബിക്കാകട്ടെ ഈ കച്ചവടം പറഞ്ഞു കൊടുത്തത് അള്ളാഹുമാണ്. കച്ചവടം എന്ന് കേൾക്കുമ്പോൾ മനുഷ്യർക്ക് വല്ലാത്ത താല്പര്യമാണ്. ഒരു കച്ചവടം ഇവിടെ ആരംഭിക്കാൻ പോകുന്നു, അതിൽ ഇത്രയാണ് ഷെയർ, അതിൽ ഇങ്ങനെയാണ് ലാഭം. ആ കമ്പനി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഷെയർ എടുത്ത ഒരാൾക്ക്, ഈ അടുത്തുള്ള ഒരാൾക്ക് ഓരോ മാസവും 52,000 രൂപ വീതം അയാളുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. 300 ആളുകൾക്ക് മാത്രമേ ഷെയർ ചേരാൻ അവസരമുള്ളൂ. ഒരു ഷെയറിന് 6 ലക്ഷമാണ് എന്നൊരു വിവരം കിട്ടിയാൽ 5 പൈസ കയ്യിലില്ലാത്തവനും ഇറങ്ങിത്തിരിക്കും. എങ്ങനെയെങ്കിലും അതിൽ ഷെയർ എടുക്കണം. കാരണം ഹലാലായ രൂപത്തിലാണ്, ലാഭം ഉണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോൾ തർക്കവും ഇല്ല. അപ്പോൾ ആളുകൾക്ക് വല്ലാത്ത താല്പര്യമാണ്. ലാഭം, അതും ഹലാലായ മാർഗത്തിൽ. സത്യവിശ്വാസികൾ അങ്ങനെയാണല്ലോ ലാഭം കൊയ്യേണ്ടത്. അപ്പോൾ കച്ചവടത്തെക്കുറിച്ചുള്ള മനുഷ്യരുടെ മനോഗതം അറിയുന്ന റബ്ബ് ആ കച്ചവടം തന്നെ ഉദാഹരണമായെടുത്തു. കച്ചവടം എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു കച്ചവടം ഉദാഹരണമാക്കി എടുക്കാൻ കാരണം മുഹമ്മദ് നബി കച്ചവടക്കാരനായിരുന്നു എന്നുള്ളത് മാത്രമാണ്. കാരണം മുഹമ്മദ് നബിക്ക് അറിയാവുന്ന ഒരു ഉദാഹരണമല്ലേ പറയാൻ പറ്റുള്ളൂ. എനിവേ, ഇതിൽ ഇദ്ദേഹം ഇടയിൽ കൂടി ചില സംഗതികളൊക്കെ തള്ളി വിടുന്നുണ്ട് കേട്ടോ. അതായത് മുസ്ലിങ്ങൾ അങ്ങനെയാണല്ലോ, സത്യവിശ്വാസികൾ ഹലാലായ കച്ചവടം മാത്രമല്ലേ ചെയ്യുള്ളൂ. ആയിക്കോട്ടെ, പോട്ടെ, മേന എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോട്ടെ. നമുക്കറിയാലോ ഇപ്പോ സത്യവിശ്വാസി ആയാലും സത്യനിഷേധി ആയാലും മുസ്ലിം ആയാലും കാഫിർ ആയാലും കച്ചവടം എങ്ങനെയാ ചെയ്യണമെന്നും ഈ കച്ചവടത്തിലുള്ള മൂലധനം എങ്ങനെയാണ് സ്വരുക്കൂട്ടുന്നതെന്നും
എന്നിട്ട് എങ്ങനെയാണ് ഇടപാട് നടത്തുന്നതൊക്കെ നമ്മൾ ഈ കച്ചവട മേഖലയിൽ ഉള്ളത് കൊണ്ട് നമുക്ക് അറിയാം. അതുകൊണ്ട് വലിയ ഡെക്കറേഷൻ നമുക്ക് നമ്മൾ പിന്നെ അതൊന്നും മാതി പൊളിക്കാൻ പോണില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ പോട്ടെ. അപ്പൊ കച്ചവടം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇതാണ്, ഒരു റങ്കാണ്. 6 ലക്ഷം മുറക്കിയിട്ട് 50,000 ഉറുപ്പിക കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കിട്ടലാണ്. അപ്പോ ആകെ 300 ആൾക്ക് എന്നൊക്കെ പറഞ്ഞ് എന്ത് കച്ചവടമാണ് ഇദ്ദേഹം പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. എന്തിലാട്ടെ. അപ്പൊ ഇങ്ങനെ കച്ചവടം എന്ന് കേൾക്കുമ്പോൾ ചാടി വീടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഏറ്റവും ലാഭകരമായ ഒരു കച്ചവടത്തെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ എന്ന് ആരെ പറഞ്ഞു തരുന്നത്? അള്ളാഹുവാണ്. ഇനി ശ്രദ്ധിച്ചിരുന്നോളൂ, ഇതുവരെ നമ്മൾ തമാശ പറഞ്ഞ പോലല്ല. ഇനി അള്ളാഹു നമ്മൾ കച്ചവടത്തിന്റെ കണക്ക് പറയാണ്. ഇത് നിങ്ങൾ ഈ MLM-ന്റെ ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം. അതായത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അപ്പൊ നമ്മൾ ഒരാള് ചേരാം, എന്നിട്ട് നമ്മളെ വലത്തെ കാലിന്റെ ഇടത്തെ കാലിന്റെ ലെഗ് ഉണ്ടാവും, അവിടെ നമ്മൾ ഓരോ ആൾക്കാർ ചേർക്കാം. ഈ രണ്ടാള് ചേർക്കാം, ഇപ്പുറത്തെ ആള് 2 ആൾ ചേർക്കാം, പിന്നെ ഈ 4 ആളും അവർക്ക് താഴെ ഈ 2 പേരെ ചേർക്കാം. അങ്ങനെ ഇതിങ്ങനെ നമ്മൾ പണ്ട് എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാനിങ്ങനെ 1-2 മീറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോ അതിൽ നമ്മളിങ്ങനെ ഒരാൾ ചേരുന്നു, എന്നിട്ട് 2 ആളെ ചേർക്കുന്നു, ആ 2 ആളെ ചേർക്കുന്നു, ഇങ്ങനെ ബോർഡ് എഴുതി വരച്ചു തരും. നിങ്ങളെ വലത്തേക്കാല്, നിങ്ങളെ ഇടത്തേക്കാല്. ഇങ്ങനെ വലത്തേക്കാലിന്റെ ഇടത്തേക്കാലിന്റെ കോമ്പലായിട്ട് ആൾക്കാർ ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു കച്ചവടത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? MLM എന്നാണ് അതിന് പറയുന്നത്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അപ്പോ ഈ കച്ചവടം പോലത്തെ ഒരു കച്ചവടമാണ്. എന്നാൽ ഈ കച്ചവടം പോലെ റിസ്ക് ഇല്ല, ഇതിനേക്കാളും ലാഭമുണ്ട്. ഈ കച്ചവടം ആദ്യമായിട്ട് MLM കച്ചവടം ആദ്യമായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തത് ഇസ്ലാമാണ് എന്ന് വേണമെങ്കിൽ ഞാൻ സമ്മതിച്ചു കൊടുക്കാം. കാരണം എല്ലാ സാധനവും ഖുർആനിലാണ് ആദ്യം പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കച്ചവടം ആദ്യം പറഞ്ഞത് ഇസ്ലാമിൽ തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. അള്ളാഹു നമുക്ക് വിശദീകരിച്ച്. അതിലേറ്റവും പ്രധാനപ്പെട്ട 61-ാം അധ്യായമായ സൂറത്തു സഫിൽ റബ്ബ് സുബ്ഹാനഹു വ തആല 10-11 ആയത്തുകളിൽ നമ്മെ വിളിച്ചുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, സത്യവിശ്വാസികളെ എന്ന് റബ്ബ് വിളിച്ച് നമ്മോട് പറയാനുള്ള കാര്യം ഹൽ അദുല്ലുക്കും അലാ തിജാറ, ഒരു കച്ചവടത്തെ പറ്റി നാം നിങ്ങൾക്ക് വിവരം നൽകട്ടെയോ എന്നാണ്. അപ്പൊ അള്ളാഹ് ചോദിക്കാണ് അണികളോട്. ആരോട്? അള്ളാഹ് ചോദിക്കാറുണ്ട്, മുഹമ്മദ് നബി ചോദിക്കാണ് കൂട്ടുകാരോട്, കൂടെ വന്നവരോട് ചോദിക്കാണ്, നിങ്ങൾക്ക് ഏറ്റവും ലാഭകരമായ ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്നാണ്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എന്താണ് ഇപ്പോ ഏറ്റവും ലാഭകരമായ കച്ചവടം? ആ കച്ചവടം ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആ കച്ചവടത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ലാഭം എന്താണെന്ന് ഉസ്താദ് ആദ്യം പറയും. എന്നിട്ട് നമുക്ക് അതിന്റെ മൂലധനത്തിലേക്ക് പോവാം. എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിച്ചു തരുന്ന ആ കച്ചവടത്തിന്റെ പ്രത്യേകത? തുൻജീകും മിൻ അദാബിൻ അലീം. മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് സാധ്യമാണോ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലാത്ത നരകത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുന്ന ഒരു കച്ചവടം. ആ കച്ചവടത്തിന്റെ പ്രത്യേകത, ആ കച്ചവടത്തിൽ നമ്മൾ ഏർപ്പെട്ടാൽ വേദനാജനകമായ നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്ന കച്ചവടം. അപ്പൊ ഈ കച്ചവടത്തിന്റെ ലാഭം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും വല്ലാതെ പേടിക്കുന്ന, എന്നാൽ അള്ളാഹുവിനെ കൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ശിക്ഷ, നരകശിക്ഷ. ഭയാനകമായിട്ടുള്ള ഈ നരകത്തിന്റെ ഭീകരമായ ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ് ഈ കച്ചവടത്തിന്റെ ആത്യന്തിക ലാഭം. ആരാ പറയണേ? അള്ളാഹ് പറയാണ്, ഏറ്റവും നല്ല ഒരു കച്ചവടം, ലാഭകരമായ ഒരു കച്ചവടം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് അള്ളാഹ് ചോദിക്കുകയാണ്. അള്ളാഹു ആ കച്ചവടത്തിൽ ലാഭമായി നിശ്ചയിച്ചിട്ടുള്ളത് ആ അള്ളാഹു തന്നെ ഒരുക്കി വെച്ചിട്ടുള്ള, കെണിയിൽ വീഴ്ത്താൻ ആളെ പറഞ്ഞയച്ചിട്ടുള്ള നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കും എന്ന കച്ചവടം. അതായത് നിങ്ങളൊക്കെ നാളെ എന്റെ മുമ്പിൽ ഈ നരകത്തിൽ വന്ന് കിടക്കേണ്ടവരാണെന്നും ഈ നരകത്തിലേക്ക് വീഴാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് ലാഭമുള്ള ഒരു കച്ചവടം പറഞ്ഞു തരാമെന്നും, അങ്ങനെ പറഞ്ഞിരുന്ന കച്ചവടം നിങ്ങൾ മര്യാദയ്ക്ക് ചെയ്താൽ അതിൽ നിന്നുള്ള ലാഭം ഈ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നുള്ളതുമാണ് എന്ന് പറഞ്ഞാൽ ഈ കച്ചവടത്തിന്റെ പേരെന്താണ്? നിങ്ങൾ പറഞ്ഞേ കേക്കട്ടെ. പോട്ടെ, അതൊന്നല്ല ഇതിന്റെ ഹൈലൈറ്റ്. അതിന്റെ മെയിൻ പാർട്ടിലേക്ക് പോവാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കച്ചവടത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, ആ കച്ചവടത്തിൽ നമ്മൾ പങ്കെടുക്കണമെങ്കിൽ നമ്മുടെ അടുത്തുള്ള മൂലധനം എന്തൊക്കെ എന്ന് വിശദീകരിക്കുന്നു. 1, തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുക. വറസൂലിഹി, അവന്റെ പ്രവാചകനിലും നിങ്ങൾ വിശ്വസിക്കണം. അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും നിങ്ങൾ വിശ്വസിക്കണം. ആ വിശ്വാസം എന്റെ മനസ്സിൽ ഈമാനുണ്ട്. ചില ആളുകൾ പറയും അതൊന്നും മനസ്സിലാക്കുമ്പോഴല്ല, എന്റെ മനസ്സിലുണ്ട്. ആ മനസ്സിൽ വെച്ചാൽ പോരാ. ആ സത്യമാണെന്ന് മനസ്സിലാക്കിയ ഈമാൻ അത് പുറത്തേക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ കച്ചവടത്തിൽ നിന്നുള്ള ലാഭം നമ്മൾ പറഞ്ഞു, അത് ഈ എന്താ പറയുക, ഭയാനകമായ നരകശിക്ഷയിൽ നിന്നുള്ള രക്ഷപ്പെടലാണ്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി ആ കച്ചവടത്തിൽ ആ ലാഭം നിങ്ങൾക്ക് കൊയ്യണമെങ്കിൽ, കച്ചവടത്തിന് ഇറങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ആകെ വേണ്ട മൂലധനം എന്ന് പറയുന്നത് മിനൂബില്ല, അള്ളാഹുവിൽ വിശ്വസിക്കുക. പിന്നെ വബി റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിലും വിശ്വസിക്കുക. അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂലിലും വിശ്വസിക്കുകയും, അങ്ങനെ വിശ്വസിച്ചാൽ മാത്രം പോരാ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും. സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ പോരാ, ആരാധന ഒന്നും പോരാ. പിന്നെയോ
അതിങ്ങനെ എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് ഈമാനുണ്ട്, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോൽമ്പോൽക്കുന്നുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയോ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. നിങ്ങൾ മനസ്സിലാക്കിയ ആ ഈമാനിന്റെ കാര്യങ്ങൾ, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ത്യാഗ പരിശ്രമങ്ങൾ നടത്തണം. ബിഅംവാലികും വഅൻഫുസികും, നിങ്ങളുടെ ധനം കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും. അപ്പോൾ അള്ളാഹുലും അവന്റെ പ്രവാചകനിൽ വിശ്വസിക്കുകയും ധനം കൊണ്ടും ശരീരം കൊണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തുകയും വേണം. ഇതാണ് ആ കച്ചവടം. നിങ്ങൾ ചെയ്യേണ്ട കച്ചവടം അതാണ്. നിങ്ങൾക്ക് വിവരം ഉണ്ടെങ്കിൽ ഈ കച്ചവടത്തിൽ ഏർപ്പെടലാണ് നിങ്ങൾക്ക് നല്ലത്. ജാതി കച്ചവടം. അതായത് നിങ്ങൾക്കൊരു കച്ചവടത്തിന് ഇറങ്ങാം. ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഒരുക്കി വെച്ച നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. ആ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് കച്ചവടത്തിന് ഇറങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ആകെ വേണ്ട മൂലത്തിന് നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, എന്റെ പ്രവാചകനിൽ വിശ്വസിക്കണം, നിങ്ങൾ നിങ്ങളോട് പറഞ്ഞ പ്രവൃത്തികൾ ചെയ്യണം. പോരാ, നിങ്ങളുടെ സമ്പത്തും ശരീരവും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനൊരുങ്ങി പുറപ്പെടണം എന്നാണ് തുജാഹിദു എന്ന് പറഞ്ഞ. മുജാഹിദ് പറഞ്ഞ എന്താ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവൻ ആരോ അവനാണ് മുജാഹിദ്. അതാണ് മുജാഹിദ്. അപ്പൊ മുജാഹിദുകളെ ഒരാള് മുജാഹിദ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അയാള് ജിഹാദി എന്ന് അയാളെ വിളിച്ചാൽ ഒരു കുഴപ്പമില്ല, കാരണം അയാൾ മുജാഹിദാണ്. ലി തുജാഹിദു ബില്ലാഹ്, അല്ല ഫീ സബീലില്ലാഹ്, ലി തുജാഹിദു ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമം എന്നൊക്കെ ഒന്ന് പൊതിഞ്ഞു പറയണാണ്. കുറച്ച് കഴിയുമ്പോൾ ജിഹാദ് എന്ന് പച്ചക്ക് പറയും. വെയിറ്റ് ചെയ്യും. അപ്പൊ കയ്യിലിരിക്കുന്ന സമ്പത്തും അവനവന്റെ ശരീരവും സമയവും ജീവൻ വരെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനിറങ്ങി പുറപ്പെടാൻ വേണ്ടി ചെലവഴിക്കുക. പിന്നെ ആകെ വേണ്ട മൂലധനം വിശ്വാസമാണ് എന്ന് പറഞ്ഞതോ ആളെ പറ്റിക്കലാണ്. ഇത് മൊത്തം ഒരു പറ്റിയൊരു പരിപാടിയാണ്. നല്ല ലാഭം തരാന്ന് പറയാം, ലാഭമൊന്നുമില്ല, ഭീഷണി മാത്രമാണ്, ബ്ലാക്ക് മെയിലിംഗ് മാത്രമാണ്. നരകത്തുനിന്ന് രക്ഷപ്പെടുത്തി തരാം, ഇത് ഞാൻ പറഞ്ഞ പോലെ ചെയ്യേ എന്ന് പറയുന്നത് കച്ചവടത്തിലെ ലാഭമല്ല, അത് ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഒരു ഗുണ്ടാ നേതാവ് പറയാണ്, എന്നെ പിടിച്ച് ഞാൻ ഇപ്പൊ കയറ്റിക്കിടും, അത് ഇടാതിരിക്കണമെങ്കിൽ എന്റെ അലമാരിത്തെ സ്വർണ്ണം മുഴുവൻ എനിക്ക് താ എന്ന് പറഞ്ഞിട്ട് അതാണ് ലാഭകരമായ കച്ചവടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? ഒരു കൊള്ളക്കാരൻ അല്ലെങ്കിൽ ഒരു അക്രമി അയാൾ വന്നിട്ട് നമ്മളെ തോക്ക് ചൂണ്ടിയിട്ട് നിർത്തിയിട്ട് പറയാണ്, എന്റെ കയ്യിലുള്ളത് മുഴുവൻ ഇങ്ങോട്ട് എടുക്ക്, അല്ലെങ്കിൽ ഞാൻ എന്നെ കിണറ്റിലേക്ക് ഇടും. എന്നിട്ട് അതിന്റെ മുമ്പ് അയാൾ പറയാ, നിങ്ങൾക്ക് നല്ല ലാഭമുള്ള ഒരു കച്ചവടം ഞാൻ പറഞ്ഞുതരാം, കയ്യിൽ തോക്കുണ്ടിട്ടാ, നിങ്ങൾക്ക് നല്ല ലാഭമുള്ള ഒരു കച്ചവടം ഞാൻ പറഞ്ഞുതരാം, ആ കച്ചവടം നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഈ കിണറ്റിലേക്ക് തള്ളിയിടുന്നതിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അതിന് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ അനുസരിക്കാണ്, പോയിട്ട് അലമാരിയിലുള്ള സ്വർണവും പണവും എടുത്തിട്ട് കൊണ്ടുവരേ. യജാതി കച്ചവടക്കാരൻ, യജാതി മുതലാളിയിലെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? പഠിച്ചോന്ന് പറയാ, അതോ പിടിച്ചുപറിക്കാരൻ എന്ന് പറയോ, കൊള്ളക്കാരൻ എന്ന് പറയോ? വല്ലാത്തൊരു കഥ. അപ്പൊ സഹോദരി സഹോദരന്മാരെ, മനുഷ്യരോട് ഏറ്റവും കാരുണ്യമുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോടും പറയുന്നു, രക്ഷപ്പെടണോ? ഒരു കച്ചവടത്തിൽ ചേർന്നോ? നമ്മൾ ആ കച്ചവടത്തിൽ ഉണ്ടോ സഹോദരി സഹോദരന്മാരെ? ഉണ്ടോ? ഉണ്ടില്ലെങ്കിൽ ഉണ്ണണം. നമ്മൾ ആ കച്ചവടത്തിൽ ഉണ്ടോ? ഏറ്റവും കാരുണ്യവാനായ അള്ളാഹു പറയാണ്, ഞാൻ എന്റെ കാരുണ്യത്തിന്റെ പ്രതീകമായി പടച്ചു വെച്ചിട്ടുള്ള ഈ നരകത്തിൽ വന്ന് വീഴാതിരിക്കാൻ, അതിലേക്ക് നിങ്ങൾ എടുത്തെറിയാതിരിക്കാൻ കാരുണ്യവാനായി ഞാൻ നിങ്ങളോട് പറയണു, നല്ല ലാഭമുള്ള ഒരു കച്ചവടത്തിൽ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ, കയ്യിലുള്ള കായും ജീവനും എടുത്ത് കൈ പിടിച്ചോ, എന്നിട്ട് എന്റെ മാർഗത്തിൽ ജിഹാദിന് ഇറങ്ങിക്കോ. എന്നാ നിങ്ങൾക്ക് വലിയ ലാഭം കൊയ്യാം. എന്താണ് ആ ലാഭം? എന്റെ കാരുണ്യം കൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ച നരകത്തിൽ പിടിച്ചാൽ ഇടൂല. കാരുണ്യവാനായ അള്ളാഹു എന്ന് എല്ലാവരും ഒരു 3 തവണയെങ്കിലും എഴുതണം എന്നാണ് എന്റെ അഭ്യർത്ഥന. അള്ളാഹുവിന്റെ പ്രവാചകനാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞാലും സമിഅനാ വ അതാനാ. കാരണം എന്താ? ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. ആ വിശ്വാസം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. അപ്പൊ ഇതിന് മൂലധനമായിട്ട് ഇങ്ങനെ ശരീരവും ജീവനും സമ്പത്തും എല്ലാം ത്യജിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നല്ല വിശ്വാസം വേണം. ആരെ വിശ്വാസം വേണം? അള്ളാഹിന്റെ വിശ്വാസം വേണം. അള്ളാഹുവിന്റെ വിശ്വാസം വേണമെങ്കിൽ എന്ത് വേണം? ആ അള്ളാഹു പറഞ്ഞയച്ച ആളാണ് മുഹമ്മദ് നബി എന്നുള്ള വിശ്വാസം വേണം. ആ 2 വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെന്താ? പിന്നെന്ത് പറഞ്ഞാലും ചെയ്തോളും. അപ്പൊ ആ വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ സമയന വാത്തൈന എന്താ പറഞ്ഞു? അത് കിണറ്റ് ചാടാൻ പറഞ്ഞ കിണറ്റ് ചാടും, പനന്റെ മുകളിൽ കയറാൻ പറഞ്ഞ പനി കയറും, ഒട്ടകത്തിന്റെ കഴുത്ത് വെട്ടാൻ പറഞ്ഞ വെട്ടും, ഓന്റെ കൊല്ലാൻ ആളുണ്ടോ എന്ന് വെച്ചാൽ ആളുണ്ടാവും, ആക്രമിക്കാൻ കൂടെ ചെല്ലും, കൊള്ളയടിക്കാൻ കൂടെ പോകും, ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരെ, നിരായുധരായി ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരെ തലവെട്ടാനും അവരുടെ കുട്ടികളെ പിടിച്ചുകൊണ്ടുവരാനും ഒരു ഉടുപ്പില്ലാണ്ടായി പോകും. അതാണല്ലോ ജിഹാദിന് ഇറങ്ങാന്ന് പറഞ്ഞ. അപ്പൊ അള്ളാഹുവിലും പ്രവാചകനും വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ട പ്രവർത്തനം എന്താ? ഞാനും നിങ്ങളും ഇന്നത്തെ ദിവസം ഈ ജുമയ്ക്ക് ഇവിടെ എങ്ങനെ എത്തി? നമ്മൾ എന്തുകൊണ്ട് ജുമയ്ക്ക് വരാത്ത അവസ്ഥയിലായില്ല? നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ ജുമയെ പരിഹസിക്കുന്ന അവസ്ഥയിലായില്ല? നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ മറ്റൊരു മതത്തിലായില്ല? നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു നിരീശ്വരവാദിയായില്ല? ഇതിനൊക്കെ ചിന്തിച്ചാൽ ഉത്തരം കിട്ടുക അൽഹംദുലില്ലാ എന്നായിരിക്കും. ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട തുറന്നു പറച്ചിൽ ഇദ്ദേഹം നടത്തുന്നുണ്ട്. സാധാരണഗതിയിൽ വിശ്വാസികളോട് പറഞ്ഞാൽ ഒരു സമ്മതിക്കാത്തൊരു കാര്യം, എന്തുകൊണ്ട് നിങ്ങളൊക്കെ ഇസ്ലാമിലായി? അതെന്തുകൊണ്ട്? അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? എങ്ങനെയാണ് ലോകത്ത് മുസ്ലിങ്ങൾ ഉണ്ടാവുന്നത്? ഇതിന്റെ ഉത്തരം കൂടി ഇദ്ദേഹം പറഞ്ഞുതരും. അദ്ദേഹം
നമ്മൾ എന്താണ് ചെയ്യേണ്ട കച്ചവടം എന്ന് പറയാൻ വേണ്ടി ഇദ്ദേഹം വളച്ചു കെട്ടുകയാണ്. നമ്മൾ എന്തായാലും അതിന്റെ കൂടെ പോകും. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ തൗഫീക്ക് കൊണ്ട് ഞാൻ ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചു. മുസ്ലിങ്ങളായ നമ്മുടെ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾക്കും കിട്ടിയ അനുഗ്രഹം ഒരു ഇസ്ലാമിക കുടുംബത്തിൽ, ഇസ്ലാമിക സമൂഹത്തിൽ ജനിച്ചു എന്നതാണ്. അതുകൊണ്ട് ഒരു ഫ്രെയിമിൽ എത്തിപ്പെട്ടു. പിന്നെ ആ ജനിച്ച ആ മതത്തെക്കുറിച്ച് പഠിച്ചാൽ മതി. അതൊരു വലിയ അനുഗ്രഹമാണ്. മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമായി ജനിച്ചു വീഴാൻ കഴിയുമ്പോൾ ചുറ്റുഭാഗത്തും കാണുന്നത് ഇസ്ലാമിന്റെ അടയാളങ്ങളും ഇസ്ലാമിന്റെ ഷിയാറുകളുമാണ്. അതൊരു വലിയൊരു അനുഗ്രഹമാണല്ലോ. അതൊരു വലിയ അനുഗ്രഹമാണല്ലോ. അങ്ങനെയാണ് ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഉണ്ടാവുന്നത് കേട്ടോ. ഇവരോട് പറഞ്ഞവർ പറയല്ല അങ്ങനെയൊന്നുമല്ല, അത് ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ്. വലിയ വാദമൊക്കെ പറയും. പക്ഷെ നമുക്കറിയാം, ഇങ്ങനെ മുസ്ലിം കുടുംബത്തിൽ പശ്ചാത്തലത്തിൽ ജനിച്ചു വീണാൽ പിന്നെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഇസ്ലാമുമായി ബന്ധപ്പെട്ട കഥകളായിരിക്കും. അങ്ങനെയാണ് ഇസ്ലാമാവും. അങ്ങനെ ഇസ്ലാമായി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതിയെന്ന്. അപ്പൊ ഇസ്ലാമിനകത്തുള്ള വീണ് അപ്പൊ നമ്മൾ ഖുറാൻ മാത്രമേ കാണുള്ളൂ, അള്ളാഹിനെ മാത്രമേ കിട്ടുള്ളൂ, മദ്രസയിൽ മാത്രമേ പോകുള്ളൂ. അപ്പൊ മറ്റു മതങ്ങളെക്കുറിച്ചോ ദൈവങ്ങളെക്കുറിച്ചോ സങ്കല്പങ്ങളെക്കുറിച്ചോ മനുഷ്യന്റെ വിശ്വാസങ്ങളെക്കുറിച്ചോ ആദർശങ്ങളെക്കുറിച്ചോ ഒന്നും അറിയേണ്ട കാര്യമില്ല. കാരണം അത് പറയാൻ സമ്മതിക്കൂല, പഠിപ്പിക്കാൻ സമ്മതിക്കൂല. അങ്ങനെ കുട്ടികളാക്കി നമ്മൾ വളച്ചു കെട്ടി വളർത്തിക്കൊണ്ടുവരും. ചിന്തിക്കാനുള്ള എല്ലാ അതിരുകളും നമ്മൾ നിശ്ചയിച്ചു കൊടുക്കും. അതിന് നമ്മൾ അൽഫിത്ര മുതൽ 2ാം ക്ലാസ് വരെ 3 വയസ്സിലൊക്കെ തുടങ്ങും. അങ്ങനെയാണ് കേട്ടോ കുട്ടികളുണ്ടായി വരുന്നത്, മുസ്ലിം കുട്ടികളുണ്ടായി വരുന്നത്. അപ്പൊ അത് ഒരു വലിയ അനുഗ്രഹമാണെന്നാണ് ഇത് പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ മക്കൾ പോലും ഇങ്ങനെയാണ് ഇവർ മുസ്ലിം ആയതെന്ന് സമ്മതിക്കൂല. അത് വേറെ കാര്യം. പോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ആഹ്വാനം കേട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്വഹാബികൾ യാത്ര ചെയ്യുകയാണ്. അത് പറയുന്നത് 1500ഓളം വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മൾ അറിയണം അന്നത്തെ യാത്രാ സംവിധാനം. അവർ യാത്ര ചെയ്ത് പോകേണ്ടത് മിക്കതും കടലിലൂടെയാണ്. കടലിലൂടെ പോകുമ്പോൾ പായക്കപ്പലാണ് അവരുടെ മുമ്പിലുള്ളത്. അവർക്കറിയാം ഹബീബിന്റെ ആഹ്വാനം കേട്ട് ആ പായക്കപ്പലിൽ പോകുമ്പോൾ എങ്ങാനും മുങ്ങിപ്പോയാൽ ഷഹീദിന്റെ കൂലി കിട്ടും. അപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ എങ്ങനെ നിസ്കരിച്ചു, എങ്ങനെ ജുമക്ക് വന്നു, എങ്ങനെ മുസ്ലിമായി, എങ്ങനെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു? അതിന്റെ ഉത്തരം എന്താ? മുഹമ്മദ് നബിയുടെ ഉണ്ടായിരുന്ന കൂട്ടുണ്ടായിരുന്ന ആൾക്കാര് പല പ്രദേശങ്ങളിലേക്ക് ജീവൻ പണയം വെച്ച് യാത്ര പോയി. എന്ത് പോയി? ഹിജറ പോയി. എന്തിനു പോയി? ലാഭകരമായ കച്ചവടത്തിന് പോയി. ഒരു സംശയവും വേണ്ട. ഒരുപക്ഷെ പ്രത്യക്ഷമായ ഒരു കബറിൽ പോലും എത്താൻ സാധ്യമല്ല. വലിയ മത്സ്യത്തിന്റെ വയറ്റിലോ മറ്റോ ആയി പോകാം. അവർക്ക് ഒരു പ്രശ്നവുമില്ല. ഉറപ്പാണ് അവർക്ക് റസൂലുള്ള പറഞ്ഞ പരലോകം സത്യമാണ്, നരകം സത്യമാണ്, സ്വർഗം സത്യമാണ്. അത് വെച്ചുകൊണ്ട് അവർ യാത്ര ചെയ്തു. അങ്ങനെ നാടിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അവരെത്തി. ജീവൻ പണയം വെച്ചുകൊണ്ട് 2 ഹറമുകൾ വിട്ട് അവരെന്തിനാ യാത്ര ചെയ്തത്? ആ യാത്ര ചെയ്തത് വിഡ്ഢിത്തമാണോ സഹോദരി സഹോദരന്മാരെ? ഒരിക്കലുമല്ല. ഭയങ്കര ബുദ്ധിമാന്മാരാണ്. അവരെ പ്രേരിപ്പിച്ചത് എന്താ? ഹല്ലദുല്ലുക്കും അലാ തിജാറ, ഒരു കച്ചവടത്തെ പറ്റി നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? മിൻ അദാബിൻ അലീം, വേദനാജനകമായ നരകശിക്ഷയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ കിട്ടുന്ന കച്ചവടം. അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ ധനം കൊണ്ടും നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങൾ അഥവാ ജിഹാദ് നടത്തുക. അതാ അവർ നടത്തിയത്. ജിഹാദ് അവർ സ്വന്തം കുടുംബവും നാടും ഒക്കെ വിട്ടങ്ങോട്ട് യാത്ര ചെയ്യാണ്. എന്നിട്ട് യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നു. എന്തിന്? ഒരു ബിസിനസിന് വേണ്ടി. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവര്, അതായത് കടലിൽ പായക്കപ്പലിൽ കയറി യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പം മര്യാദക്ക് കബറടക്കാനോ കഫൻ ചെയ്യാനോ കുളിപ്പിക്കാനോ മൃതശരീരം പോലും കിട്ടൂല എന്നറിഞ്ഞിട്ടും ജീവൻ പണയം വെച്ച് നിങ്ങളുടെ ധനം കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനിറങ്ങി പുറപ്പെടുക എന്ന് പറഞ്ഞാൽ മരണം മുന്നിൽ കണ്ടുകൊണ്ട് മരിക്കാൻ തയ്യാറായിട്ട് വീടും നാടും വിട്ട് ഇറങ്ങി ഓടിപ്പോവുക. എന്തിനു വേണ്ടി? ജിഹാദിന് വേണ്ടി. അപ്പൊ നിങ്ങൾക്ക് തോന്നും അള്ളാഹിന്റെ റസൂൽ അവിടെ ഉണ്ടല്ലോ, 2 ഹറം അവിടെ ഉണ്ടല്ലോ, അതൊക്കെ വിട്ടിട്ട് എന്തിനാണ് അവർ ഇങ്ങോട്ട് ഓടിപ്പോകുന്നത്? ജന്നത്തിൽ ബഖീം വിട്ട് എന്തിനാണ് അവർ ഓടിപ്പോരുന്നത്? അതവർക്ക് നഷ്ടക്കച്ചവടമല്ലേ നിങ്ങൾ ചോദിക്കും. അങ്ങനെയല്ല, നഷ്ടക്കച്ചവടമല്ല, അത് ഭയങ്കര ലാഭമുള്ള കച്ചവടമാണ്. ആ ലാഭമുള്ള കച്ചവടമായ ജിഹാദിനാണ് ഇവർ ഇറങ്ങി പുറപ്പെട്ടത്. എന്താ പുസ്തകത്തിന് വേണ്ടത്? നമുക്കൊക്കെ ജിഹാദിന് ഇറങ്ങാം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ അന്ന് അവര് ആ ജിഹാദിന് വന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ മുസ്ലിങ്ങളായി ജനിക്കാൻ കാരണം. അങ്ങനെ നമ്മൾ മുസ്ലിങ്ങളായി ജനിച്ചത് കൊണ്ട് നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ MLM വർക്ക് ചെയ്യും. ഇവർക്ക് അതിന്റെ പോയിന്റ് കിട്ടും എന്ന് മനസ്സിലായി. ഈ പ്രാവശ്യം ആയിരക്കണക്കിന് ആളുകൾ ഹജ്ജിന് പോകാൻ കാരണം അവർ മുസ്ലിങ്ങളായതുകൊണ്ടാണ്. അവർ മുസ്ലിങ്ങളായത് അവരിവിടെ വന്നതുകൊണ്ടാണ്. അതാ പറഞ്ഞത് ഹറമുകളുടെ 1,00,000 കൂലി ഒഴിവാക്കി വരുമ്പോൾ ഇവിടെയുള്ള നമ്മൾ ഈ ജുമയ്ക്ക് പങ്കെടുക്കുമ്പോൾ നമ്മൾ മുസ്ലിങ്ങളാകാൻ കാരണക്കാരായി തീർന്നവർക്ക് ഈ ജുമന്റെ കൂലിയിൽ നിന്ന് കിട്ടുകയാണ്. അപ്പോൾ എത്ര വലിയ കച്ചവടമാണ് മഹാന്മാരായ സ്വഹാബത്ത് ഏറ്റെടുത്തത്. ഞങ്ങൾ അവിടെ MLM-ന്റെ കച്ചവടക്കാർ പറഞ്ഞില്ല, കാറ് കിട്ടി, യൂറോപ്പിക്ക് ട്രിപ്പ് കിട്ടി. കാരണം ആളുകൾ ഇങ്ങനെ വന്നു ചേരുകയാണ്. അപ്പൊ നമ്മൾ ഏറ്റവും മുകളിലായാൽ താഴേക്ക് എത്ര ആൾ കൂടുന്നോ അവരൊക്കെ കച്ചവടത്തിൽ നിന്ന് നമുക്ക് ചെറിയ ലാഭം കിട്ടും, കമ്മീഷൻ കിട്ടും. എന്നതുപോലെ അന്ന് പായക്കപ്പലിൽ കയറി ശരീരവും ജീവനും ത്യജിച്ചുകൊണ്ട് ആ പായക്കപ്പലിൽ കയറി ഇസ്ലാമിക ആദർശ പ്രബോധനം എന്ന ജിഹാദിന് ഇറങ്ങി പുറപ്പെട്ട സഹാബാക്കൾ ഇവിടെ വന്നത് കൊണ്ടാണ് നമ്മൾ മുസ്ലിം ആയതെന്നുള്ളത് കൊണ്ട് ഇവിടെ മുസ്ലിങ്ങൾ ഇനി ആയിരക്കണക്കിന് വർഷം നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ നിന്ന് ഒരു പങ്ക് ഇങ്ങനെ MLM-ലെ ടോപ്പിലുള്ള ആളുകൾക്ക് കിട്ടുന്നത് പോലെ ഒരു കൂലി ഇങ്ങനെ പഠിച്ചവൻ അങ്ങോട്ട് ഈ MLM-ലെ ടോപ്പിലുള്ള ആൾക്ക് കൊടുത്തോണ്ടിരിക്കും. അപ്പൊ അത് നല്ല കച്ചവടമല്ലേ എന്നാണ് ഉസ്താദ് ചോദിക്കുന്നത്. കേട്ടിട്ട് കൊതിയാവുന്നു അല്ലെ?
അത് അവർക്ക് മാത്രമുള്ള ആയത്താണോ ഇത്? അല്ല, നമുക്കുമുള്ള ആയത്താണ്. നമ്മളോടും റബ്ബ് പറയാണ്, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഇനി ഒരു പ്രവാചകൻ വരില്ല എന്ന് ഉറപ്പുള്ള നമ്മളോടും റബ്ബ് പറയാണ്, തുഞ്ചീക്കും മിൻ അദാബിൻ അലീം, നേരെ വേദനാജനകമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു കച്ചവടത്തെ പറ്റി നിങ്ങൾക്ക് നാം പറഞ്ഞു തരട്ടെ ഒന്ന്. ആ കച്ചവടത്തിൽ നമ്മളും പ്രവേശിക്കണം. ഇതിപ്പോ അന്ന് മുഹമ്മദ് നബിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾക്ക് മാത്രം പറഞ്ഞ കച്ചവടമാണോ കൂടെ? അല്ല, നമുക്കും ഈ കച്ചവടത്തിൽ ഇറങ്ങണം. എന്താണ് ആ കച്ചവടം? ഇനി എന്താണ് കണ്ണൂർ ടൗൺ ജുമാ മസ്ജിദിൽ അല്ലെങ്കിൽ കണ്ണൂർ ടൗൺ സലഫി ജുമാ മസ്ജിദിൽ ഇരുന്നിട്ട് CP സലീം തന്റെ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് മുഹമ്മദ് നബിയുടെ അനുചരന്മാര് നാട്ടിലാകെ ഇസ്ലാം പടർത്താൻ വേണ്ടി ജിഹാദിന് ഇറങ്ങി പുറപ്പെട്ടപ്പോ അതിൽ അദ്ദേഹം ഇപ്പൊ അത് നമ്മൾക്കും ചെയ്യണം എന്ന് പറയുമ്പോൾ അതെങ്ങനെ ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം എന്നൊക്കെ വിശദീകരിക്കുന്ന ഭാഗമാണ്. എന്താണ് ഇവര് ലക്ഷ്യം വെക്കുന്ന ദഅ്വാ ജിഹാദ് എന്ന് നമുക്ക് നോക്കാം. അത് പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിശ്വാസവും റസൂലുള്ളാഹിയുടെ വിശ്വാസവും ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കിട്ടിയ ഈ നിധി, നമുക്ക് കിട്ടിയ ഈ സ്വർഗമാർഗം, ആ സ്വർഗമാർഗം ഒരിക്കലും പിടിച്ചു വെക്കാൻ പാടില്ല. അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കണം. അതാണ് സ്വഹാബാ കിറാം ചെയ്ത ഏറ്റവും മഹത്തായ പ്രവർത്തനം. അതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇസ്ലാം ഉണ്ട്, നിങ്ങൾ മുസ്ലിമായി ജനിച്ചു, നിങ്ങൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്നു, നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ വേറെ ഒന്നിനെ കുറിച്ച് അന്വേഷിക്കാനോ പഠിക്കാനോ ഒന്നും നിൽക്കണ്ട. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ മതപരിവർത്തനത്തിന് വേണ്ടി ശ്രമിക്കണം. കണ്ണി കണ്ട ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കാണുന്നിടത്ത് വെച്ച് ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. അതിന് അവരെ പിന്നാലെ കൂടണം. ഇതാണ് ഈ പറഞ്ഞ ഇവരിപ്പോ പറഞ്ഞ ഈ മിനി ജിഹാദ്. ഇതാണ് കേട്ടോ. ഇനി റസൂലുള്ളയും വരില്ല, റസൂലുള്ള പ്രവാചകന്മാരുടെ ഭാഗമായ സ്വഹാബത്തും ഇനി വരില്ല എങ്കിൽ ഈ ദീൻ മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തും? കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും നമ്മളൊക്കെ ജീവിക്കുന്ന സ്ഥലത്ത് എത്രയോ മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളുണ്ട്. അതാണ്. അപ്പൊ ഇദ്ദേഹം ജീവിക്കുന്ന ഈ കണ്ണൂരിലും പരിസര പ്രദേശത്തിലും ഇദ്ദേഹത്തിന്റെ പള്ളിന്റെ ചുറ്റിലും മുസ്ലിങ്ങളല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഇത് ഇവിടെ കൊണ്ട് നിർത്തുന്നില്ല. അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളിൽ തന്നെ കുറെ പേരുണ്ട്. അതേതാ? സുന്നി, തബ്ലീഗ്, അതേപോലെ തന്നെ വേറെ ജമാഅത്തെ ഇസ്ലാമി, ഇത്തരം ആൾക്കാരൊക്കെ ഉണ്ട്. ഓരും കുറെ പ്രശ്നത്തിലാണ്. അപ്പം അമുസ്ലിങ്ങളെയും കൊണ്ടുവരണം. ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ ഇവരുടെ യഥാർത്ഥ തൗഹീദായിട്ടുള്ള വഹാബിയത്തിലേക്ക്, അതിൽ തന്നെ ഏറ്റവും മുന്തിയ തൗഹീദായിട്ടുള്ള ഈ പറയപ്പെടുന്ന വിസ്ഡം മുജാഹിദിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടാണ് ഇനി ഇദ്ദേഹത്തിന്റെ പള്ളിയിൽ മഅ്മൂമായിട്ട് നിസ്കരിക്കാൻ വന്നിട്ടുള്ള ആളുകളൊക്കെ ഇറങ്ങി പുറപ്പെടേണ്ട ജിഹാദ്. അത് അദ്ദേഹം ഒന്ന് വിശദീകരിച്ചു. മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ അവർ മുസ്ലിങ്ങളായി ജനിച്ചു, അവർ പാവങ്ങളാ, അവർക്ക് ഖുർആൻ എന്താണെന്ന് അറിയില്ല, അവർക്ക് ഹദീസ് എന്താണെന്ന് അറിയില്ല, ഖുർആനും ഹദീസും എന്താണ് പറയുന്നത് എന്നും അറിയില്ല. പലരും അവരെ ചൂഷണം ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കാതെ അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ആളുകൾ ജീവിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇത് യഥാർത്ഥത്തിൽ ഇതാണ് ദീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ഇതാണ്, റസൂൽ പഠിപ്പിച്ചത് ഇതാണ്, ഇതൊന്നും ഇസ്ലാമിന്റെ പേരിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ ആര് പറഞ്ഞു കൊടുക്കും? ആര് പറഞ്ഞു കൊടുക്കും? അവിടെയാണ് ചോദ്യം, നമ്മളോട് ചോദ്യം. ഒരു കച്ചവടത്തിന് തയ്യാറുണ്ടോ? ഒരു കച്ചവടത്തിന് തയ്യാറുണ്ടോ? ഉണ്ടാ സലീം സാഹിബ് കച്ചവടത്തിന് തയ്യാറുണ്ടോ ചേർക്കണേ. കച്ചവടത്തിന് ഇറങ്ങിയ ബാസിൽ സാറ് സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിക്കണേ. ആരെങ്കിലും സംവാദത്തിന് തയ്യാറുണ്ട് എന്ന് പറഞ്ഞാലോ പോണോ, കേറണോ, കേറിയാലോ, കുട നന്നാക്കേണ്ടി വന്നാലോ എന്ന ബേജാറ് അപ്പുറത്തും. അപ്പൊ നമ്മള് സംവാദത്തിനുണ്ട് പറഞ്ഞാൽ അപ്പൊ ശ്രീനിവാസനും മോഹൻലാലും മറ്റേ സിനിമയിൽ പറഞ്ഞ മാതിരി കുട നന്നാക്കാനുണ്ടോ എന്ന് വെച്ചപ്പോ കുട നന്നാക്കാനുണ്ട് എന്ന് പറഞ്ഞില്ലേ, പോണോ കേറണോ എന്ന് ചോദിച്ച പോലെ ബാസ. അപ്പൊ ഒരു ഭാഗത്ത് കച്ചവട നിലവിളി, ഒരു ഭാഗത്ത് സംവാദ നിലവിളി. ആരെങ്കിലും സംവാദത്തിന് വന്നു എന്നറിഞ്ഞാൽ പിന്തിരിഞ്ഞോടി മാളത്തിലൊടിക്കൽ കലാപരിപാടി. ഇങ്ങനെ ഒരു കുടുംബം ആലോചിച്ചപ്പോ ഒരു കുടുംബത്തിന്റെ അവസ്ഥ ആലോചിക്കും. കച്ചവടത്തിന് ആളെ കൂട്ട ഒരാള്, വേറൊരാള് സംവാദത്തിന് ആളെ കൂട്ട. എന്തൊരു കലാപരിപാടി. എന്തെല്ലാവട്ടെ. അപ്പോൾ സഹോദരി സഹോദരന്മാരെ, പലരും പറയും, അല്ല ഇവിടെ ഇപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ മുസ്ലിങ്ങളല്ലാത്തൊരു ജീവിക്കുണ്ടല്ലോ, ഓരൊക്കെ മരിച്ചാൽ ഓർക്ക് സ്വർഗം കിട്ടുമോ, ഒരു നരകത്തിലെത്തുമ്പോൾ ഓർക്ക് ഈ സന്ദേശം എത്താതെ അതാ പ്രശ്നം. ഇത് ഇവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ നരകത്ത് പോവോ സ്വർഗത്ത് പോവോ, അത് ചോദിക്കുന്നതിന് ഒരു ബാധ്യത ഇവിടെ അല്ലേ? ഇവിടെയുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും ഇസ്ലാം എന്താണ് എത്തിച്ചു എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത ആർക്കാണ്? ആരെങ്കിലും ഇവിടെ ആകാശത്ത് കെട്ടി ഇറങ്ങണ്ടോ? ഇല്ല. ഇവിടെ ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്. ഈ ഗ്രന്ഥം നിങ്ങളുടേതു കൂടിയാണ്. ജനങ്ങൾക്കുള്ള മാർഗദർശനം മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള മാർഗദർശനമായി ചുരുക്കരുത്. മുസ്ലിങ്ങളടക്കം മുഴുവൻ ജനങ്ങൾക്കുമുള്ള മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. അപ്പോൾ ഈ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ മുസ്ലിം സഹോദരന് പറഞ്ഞു കൊടുക്കാൻ, സഹോദരിക്ക് പറഞ്ഞു കൊടുക്കാൻ, ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അത് എത്തിച്ചു കൊടുക്കുക എന്നത് നമ്മളുടെ ബാധ്യതയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ മടിച്ചോ മാറിയോ നിൽക്കണ്ട. പണ്ട് സഹാബികൾ പായക്കപ്പൽ കയറിയതുപോലെ നമുക്ക് മറ്റേ MIT സ്കൂട്ടിയും അതേമാതിരി ലൂണയൊക്കെ എടുത്തിട്ട് ഇറങ്ങാം. എന്തിനിറങ്ങാം? നമ്മുടെ അയലോക്കത്തുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ദാ ഖുർആനെ പിടിച്ചോളി, ഇത് നിങ്ങൾക്കും കൂടി ഉള്ളതാണ്, നിങ്ങൾ എടുത്തോളി, നിങ്ങളിത് പഠിച്ചോളി, നിങ്ങൾ വിശ്വസിച്ചോളി. നിങ്ങൾ ഈ വിഗ്രഹ ആരാധനയിൽ കുറെ പ്രശ്നമുണ്ട്, അതൊന്നും ശരിയാവൂല, അത് വലിയ നരകത്തേക്ക് പോകും, നിങ്ങളും പോകും ഞാനും പോകും, നിങ്ങൾ എന്റെ കൂടെ കൂടിയാൽ ഞാനും നരകത്തിന് രക്ഷപ്പെടും, നിങ്ങളും നരകത്തിന് രക്ഷപ്പെടും, നമുക്ക് രണ്ടാക്കും നരകത്തിന് രക്ഷപ്പെട്ടൂടെ? ഇനി നിങ്ങൾ രക്ഷപ്പെട്ടു വന്നാൽ ഞാൻ നിങ്ങളെ ചേർക്കും, നിങ്ങൾ ചേർത്തിട്ട് നിങ്ങൾ രണ്ടാളെ കൂടി ചേർത്താൽ ഇപ്പൊ നിങ്ങൾ വീണ്ടും ഒരു ദർജ കൂടും, നിങ്ങൾ ആ രക്ഷപ്പെടുത്തിയ രണ്ടാൾക്കും നരകത്തിന് രക്ഷപ്പെടാം. അങ്ങനെ ഇതൊരു ലാഭകരമായ ബിസിനസ് ആയിട്ട്, ഇതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിട്ട്
നമുക്ക് കൊണ്ടടക്കാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇറങ്ങി പുറപ്പെടണം. ഇനി ആകാശത്ത് നിന്ന് ആരും വരാനില്ല. നമുക്ക് ഈ ദീന് സലാമത്താക്കണം. എല്ലാവരും വരി, നമുക്ക് മുസ്ലിങ്ങളെ അമുസ്ലിങ്ങളെ ഒക്കെ വിസ്ഡം മുജാഹിദിന്റെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാം. അതാണ് ലാഭകരമായ കച്ചവടം. വേദനാജനകമായ നരകശിക്ഷയിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെ പറ്റി നാം നിങ്ങൾക്ക് വിവരം തരട്ടെയോ? റബ്ബിന്റെ ചോദ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കച്ചവടത്തിൽ പ്രവേശിക്കണം നമ്മളെല്ലാവരും. നമ്മുടെ ചുറ്റുഭാഗത്തുള്ള പാവങ്ങളായ കുറെ മനുഷ്യന്മാരുണ്ട്, അവർക്കറിയില്ല വിഗ്രഹാരാധന പാടില്ല എന്ന്. അതിന്റെ തകരാറെന്താണെന്ന് അവർക്കറിയില്ല. നമ്മൾ അവിടെ നിന്ന് പോലൊക്കെ തെറ്റാത്ത അത് പറഞ്ഞെടുക്കാൻ ആരാ അവിടെ ഉള്ളത്? ഒരു പ്രവാചകൻ ഇറങ്ങി വരുമോ? ഇല്ല. നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എങ്കിൽ അതാര് നമ്മൾ വിചാരിക്കും നിങ്ങൾ എന്തായി പറയുന്നത്? നമ്മളിവിടെ ജുമയ്ക്ക് വന്നതാ, നമ്മളോട് ഇങ്ങനത്തെ പറയുന്ന കാര്യം നമുക്കൊക്കെ കാര്യമുണ്ട്, നമുക്കൊക്കെയുണ്ട്. കൂട്ടായി നമ്മൾ നിന്നാൽ കൂട്ടായി നിൽക്കാം. MLM അതായത് സലീം ഉസ്താദ് മുന്നിൽ നിൽക്കും. സലീം ഉസ്താദ് പറഞ്ഞത് കേട്ടിട്ട് ഇവരെല്ലാരും കൂടിയും പിന്നെ ഈ പറഞ്ഞ ജിഹാദിന്, അതായത് ദഅവത്ത് ജിഹാദിന്, കച്ചവടത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ എല്ലാവരും സലീം ഉസ്താദിന്റെ ഇടത്തേക്കാലും വലത്തേക്കാലും ഇങ്ങനെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. അപ്പൊ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ലാഭം കിട്ടും. ഇനി ഓരോ അടുത്ത ആഴ്ച വേറെ പള്ളിയിൽ പോയി അവിടുത്തെ ഉസ്താദിനോട് പറഞ്ഞ് അവിടെ ഉസ്താദ് പ്രസംഗിച്ച് അവിടെ ഉസ്താദിന്റെ കീഴിൽ അങ്ങനെ വന്ന അപ്പൊ ഇയാളുടെ കീഴിൽ പോയി. ഇതിനൊക്കെ ആർക്ക് കിട്ടും? കൂലി ആർക്ക് കിട്ടും? സലീം ഉസ്താദിന് കിട്ടും. അപ്പൊ പള്ളിക്ക് വന്നാൽ നിങ്ങൾക്ക് ഖുത്ബ പറഞ്ഞാൽ പോലെ ഉസ്താദ് നിങ്ങൾ ഈ ജാതി വർത്താനം എന്തിനാ പറയുന്നത് ആരെങ്കിലും ചിന്തിച്ചാൽ ഓരോട് പറയാതെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഇതിന്റെ കൂടെ വെറുതെ നിന്ന് തന്നാൽ മതി. നിങ്ങൾ വെറുതെ ചേർന്ന് തന്നാൽ മതി. ബാക്കി അതിന്റെ അടിയും അങ്ങനെ നമ്മൾ ആളെ ചേർത്തോളാം. ഇത് നല്ലൊരു ലാഭമുള്ള കച്ചവടമാണ്. നമുക്ക് ഇറങ്ങാം. നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഖുർആൻ കുറെ പരിഭാഷ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് കുറെ CD ഉണ്ടാക്കാം. ഇതൊന്നും പറ്റൂലെങ്കിൽ നമ്മുടെ അബ്ദുള്ള ബാസിലിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്, മാസ്റ്റർ പീസ് ആയിട്ടുള്ള. നമുക്ക് കുറെ ലിങ്ക് ഉണ്ടാക്കാം. ആ ലിങ്ക് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാവരെയും ഇസ്ലാമിന്റെ കച്ചവടത്തിലേക്ക് ചേർക്കാം. നമ്മുടെ ഓരോ പ്രദേശത്തുമുള്ള ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ മുസ്ലിമീങ്ങൾ കൂടിയിരിക്കുക. നമ്മൾ മുസ്ലിമീങ്ങളാണ് സഹോദരങ്ങളെ. ഈ ചുറ്റുഭാഗത്തുള്ള എത്രയോ ആളുകളുണ്ട്. അപ്പൊ പലർക്കും ഖുർആൻ പരിഭാഷ തന്നെ കൊടുക്കാൻ പറ്റും. ഖുർആൻ പരിഭാഷ അവർക്ക് ചോദിച്ചാൽ നമ്മൾ ഇത് കിട്ടൂല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. എന്തോ ചോദിക്കുന്നെന്തോ അപമര്യാദയായി പോകും. ഓരോ ഖുർആൻ അവർക്ക് മാത്രമല്ല നമ്മൾ ചോദിക്കാൻ പറ്റൂല. നമുക്ക് വായിക്കാൻ പറ്റും പറ്റുന്ന അവർക്ക് അത്ഭുതമായിരിക്കും. അത്ഭുതമത്തോടു കൂടി അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വിശുദ്ധ ഖുർആന്റെ പരിഭാഷ കൊടുക്കാം. ശ്രദ്ധിക്കണം, വൃത്തിയുള്ള സ്ഥലത്തെ വെക്കാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ പരിഭാഷ കൊടുക്കാം. എന്തൊരു കഷ്ടം. നിങ്ങൾ അറിയോ, ഈ നാട്ടിലുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ഒരു മുസാഫ് കിട്ടിയെങ്കിൽ ഒരു ഖുർആൻ കിട്ടിയെങ്കിൽ എന്ന് ആലോചിച്ചിട്ട് എങ്ങനെ ഇപ്പൊ ചോദിക്കാം? സലീം ഉസ്താദിന്റെ അടുത്ത് ഉണ്ട്, എന്നാലും ഇപ്പൊ നമ്മൾ ചോദിച്ചാൽ അത് മോശമാവൂലേ? അല്ലെങ്കിൽ ഇപ്പൊ ബാസിൽ ഉസ്താദിന്റെ അടുത്ത് ഉണ്ട്, ചോദിക്കാൻ പറ്റുമോ? ചോദിച്ചാൽ ഓൾക്ക് എന്താ തോന്നുക? നമുക്കൊക്കെ വായിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് ഹിന്ദുക്കൾ ഇങ്ങനെ ഒരു ഖുർആൻ കിട്ടിയെങ്കിൽ, ഒരു മുസാഫ് കിട്ടിയെങ്കിൽ, ഒരു പരിഭാഷ കിട്ടിയെങ്കിൽ എന്ന് ആലോചിച്ചുകൊണ്ട് പോലും ഇരിക്കണം പോലും. ഇത് സലീംക്ക, എനിക്കിപ്പോ ബാസിലിനോട് പ്രത്യേകിച്ച് ഒരു പ്രശ്നം തോന്നുന്നില്ല. പാവാണ് ബാസിൽ, സാധു ബാസിൽ. വിശുദ്ധ ഖുർആന്റെ പരിഭാഷ. ഇനി ആ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ വൃത്തിയായി ഒരു ലഘുലേഖയാക്കി, ഒരു CD ആക്കി, ഒരു ലിങ്ക് ആക്കി മാറ്റുന്നു. ആ ബാസിൽ പറഞ്ഞെടുത്തായിരിക്കും ഉസ്താദിന്റെ കണക്കിൽ ഒരു CD വരെ എത്തിയിട്ടുള്ളൂ. ബാസിലാണ് ഏറ്റവും പുതിയ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പം ലിങ്ക് ആക്കിയാലും മതി. എന്നിട്ട് ലിങ്ക് എങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ആരെങ്കിലും ചോദിച്ചാൽ വാട്സപ്പിൽ ലിങ്ക് ഇട്ടിട്ട് പറഞ്ഞാൽ മതിയല്ലോ. ഏതേ നിങ്ങൾക്ക് മനസ്സിലായോ? എവിടെ നമ്മുടെ സഹോദരങ്ങൾക്ക് കേൾക്കാനും അറിയാനും അവർക്കെല്ലാം വരാൻ പോകുന്ന വിശാലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അവിടെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നു. ആ പരിപാടിയുടെ ഭാഗമായി ആയിരക്കണക്കിന് വീടുകളിൽ കയറി ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നിങ്ങൾ അവിടെ വരണം. അങ്ങനെ പല രൂപത്തിൽ നിങ്ങൾ വരാൻ പ്രയാസമല്ലേ, ഇത്ര മണിക്ക് ലൈവ് തുടങ്ങും, നിങ്ങൾ അത് കേൾക്കണം. അതിന്റെ ലിങ്ക് ഞങ്ങൾക്ക് വാട്സപ്പ് ഇട്ടാൽ അല്ല, വലിയ പരിപാടി സംഘടിപ്പിച്ചിട്ട് അവിടത്തേക്ക് ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളൊക്കെ വിളിച്ചു വരുത്തണം എന്ന് സലീം സാഹിബ് പറയുമ്പോ ബാസിൽ പറയണത് ഓഫ്ലൈനിൽ നമ്മൾ പരിപാടിക്ക് വരൂല, ഓഫ്ലൈനിൽ അഡ്രസ് ഇല്ലാത്തവരടുത്തേക്ക് നമ്മൾ പോകൂല. നിങ്ങൾ കുടുംബത്തിനകത്ത് എങ്ങനെയാണ് ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നത് എനിക്ക് മനസ്സിലായില്ല. ഒരാൾ പറയുന്നത് നമ്മൾ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളൊക്കെ വിളിച്ചു കൂട്ടി ഓർക്കൊക്കെ ഒരു കിതാബിന്റെ പരിഭാഷയും കൊടുത്ത് ഓലൊക്കെ എല്ലാവർക്കും പങ്കെടുപ്പിക്കാവുന്ന രീതിയിൽ വലിയ പരിപാടി സംഘടിപ്പിച്ച് ഓലൊക്കെ വീട്ടിൽ പോയിട്ട് ഞങ്ങളെ പരിപാടി നടക്കുന്ന നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് വരുത്തിയിട്ട് ഇനി അവർക്ക് വരാൻ പറ്റൂലെങ്കിൽ ലൈവിന്റെ ലിങ്കും കൊടുത്തിട്ട് തിരിച്ചു പോന്നിട്ട് നമുക്ക് വലിയ പരിപാടി നടത്തിയിട്ട് ആൾക്കാരൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞു നടക്കുമ്പോൾ അബ്ദുള്ള ബാസിൽ കൂട്ടർ പറയണത് ഓഫ്ലൈനിൽ അഡ്രസ് ഇല്ലാത്തവരോ ഓഫ്ലൈനിൽ ഞങ്ങൾ സ്റ്റുഡിയോന്റെ റൂമിന്റെ ഉള്ളിൽ വരിക, അത് നമ്മളെ സ്റ്റുഡിയോക്ക് തന്നെ വരണം, വീട്ടിലേക്ക് വരാം എന്നൊക്കെ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരാൻ ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്ക് വാ, നമുക്ക് ആ സ്റ്റുഡിയോയിൽ പറഞ്ഞ പരിപാടി ഇവിടെ നടത്താം എന്ന് ഞാനിപ്പോ ബാസിലിനോട് പറയാണ്. അത് തയ്യാറുണ്ടെങ്കിലേ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കൂടെയൊക്കെ പോകാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് പോര്, നമുക്ക് ഇവിടെ വെച്ച് നടത്താം സംവാദം. അപ്പൊ പിന്നെ അത് ഓഫ്ലൈനും ആവൂല. ഏത് അതുകൊണ്ട് ഈ കച്ചവടത്തിൽ നമ്മൾ പ്രവേശിക്കണം. നമ്മുടെ അയൽവാസികൾ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ നാളെ പരലോകത്ത് പ്രതികൾ നമ്മളായിരിക്കും. അല്ലെങ്കിലും ഇഹലോകത്ത് നിങ്ങൾ ഇതിനിറങ്ങി തിരിച്ചാൽ ഇഹലോകത്ത് നിങ്ങൾ പ്രതികളാകും. കാരണം വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. പിന്നെ ഇതില് നിങ്ങൾ ശ്രദ്ധിച്ചോ? മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. മറ്റുള്ളവരുടെ വിശ്വാസം ആകെ പ്രശ്നമാണ് എന്ന് ഓരെ പറഞ്ഞു കൊടുക്കാൻ ആരെവിടെ ഉള്ളത് എന്നാ ചോദിക്കണേ? ആരാ ചോദിക്കണേ? CP സലീം. CP സലീം എന്താ പറഞ്ഞ നേരത്തെ? നമ്മൾ മുസ്ലിം വീട്ടിൽ ജനിച്ചത് കൊണ്ട് വലിയ അനുഗ്രഹമാണ്, നമ്മൾ വേറെ ഒന്നിനെ കുറിച്ച് ആലോചിച്ചിട്ട് തന്നെ ഇല്ല.
അല്ല ചങ്ങായി, നിങ്ങൾ ഇതൊന്നും പഠിക്കാണ്ട് പിന്നെ എങ്ങനെയാണ് അതൊക്കെ തെറ്റാണെന്ന് പറയുന്നത്? നിങ്ങൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു, മുസ്ലിം പശ്ചാത്തലത്തിൽ വളർന്നു, മുസ്ലിമായിട്ട് തന്നെ മുന്നോട്ട് പോയി, അതിനുശേഷം നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കണ്ടല്ലോ. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇതൊക്കെ തെറ്റാറുണ്ട് ഖുറാനിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ടാ? ഈ ഖുറാനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ടല്ലേ? നിങ്ങൾ മുസ്ലിം ആയത് നിങ്ങൾ മുസ്ലിം വീട്ടിൽ ജനിച്ചോണ്ടല്ലേ? അപ്പൊ മറ്റൊരു വിശ്വാസം തെറ്റാണ്, അപ്പൊ ക്രിസ്ത്യാനികളുടെ വിശ്വാസം തെറ്റാണെന്നോ ഹിന്ദുക്കളുടെ വിശ്വാസം തെറ്റാണെന്നോ അവരോട് പറയണമെങ്കിൽ ആദ്യം അവരുടെ വിശ്വാസം എന്താ നിങ്ങൾ പഠിക്കണ്ടേ? അത് നിങ്ങൾ പഠിക്കണ്ടോ? ഇല്ല. നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണ്ടോ? ഇല്ല. എന്ത് ഉൽമാണ് നിങ്ങൾ ഈ പറയണത്? നമ്മൾ പഠിച്ചിക്കണ് നമ്മളെ കിതാബ്, അതുകൊണ്ട് നമ്മളെ കിതാബ് മാത്രമാണ് ശരി. നമ്മൾ പഠിച്ചിട്ടും കണ്ടിട്ടും കേട്ടിട്ടും ഒന്നുമില്ല നിങ്ങളെ കിതാബ്, പക്ഷെ നിങ്ങളെ കിതാബ് തെറ്റാണ്. നിങ്ങളെ വിശ്വാസം എന്താണെന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ അത് തെറ്റാണ്. നിങ്ങളിട്ട് പോന്നോളി, നമ്മളടുത്ത് സ്വർഗ്ഗമുണ്ട്. വല്ലാത്ത ജാതി ഹലാക്കന്നുണ്ട്. നിങ്ങള് തിരക്കടില്ല, അത് തിരക്കടില്ല. എന്നാൽ ആ ദൗത്യം നിർവഹിക്കാനാകട്ടെ ഏറ്റവും നല്ല സംവിധാനം ഭരണഘടന പറയാണ്. നിങ്ങൾ സംഘടിച്ചു. ഓ, അത് അടിപൊളി. നിങ്ങൾ കേട്ടോളി, നിങ്ങൾ കേട്ടോളി. ലോകത്ത് ഇസ്ലാം അല്ലാത്തതെല്ലാം തെറ്റും പെശകും ശരികേടുമാണ് എന്ന് പറയുന്ന മൗലിയാരി പറയാണ്. ലോകത്തെല്ലാത്തിനെയും ഇല്ലാതാക്കി അവിടെ ഇസ്ലാം സ്ഥാപിക്കണം എന്ന് ജീവിത വ്രതമാക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണെന്നും സമ്പത്തും ശരീരവും കൊണ്ട് ജിഹാദിനിറങ്ങൽ മുസ്ലിങ്ങൾ തയ്യാറാവണം, അതൊരു ലാഭകരമായ കച്ചവടമാണ് എന്ന് പറയുന്ന മൗലിയാരി പറയണ കേട്ടോളി. ഇത് എന്തുകൊണ്ട് നമുക്ക് പറ്റും? നമ്മളെ ഭരണഘടന നമുക്ക് അതിന് അനുവാദം തരുന്നുണ്ട്. ഖുർആൻ തോട്ടിലറിയ ഉസ്താദെ, നിങ്ങളെ ഖുർആൻ അതിന് അനുവദിക്കുന്നുണ്ടോ? കേട്ടോളി, ശ്രദ്ധിച്ച് കേട്ടോളി. ഇദ്ദേഹം അവസരങ്ങൾ എങ്ങനെ മുതലെടുക്കണം എന്നതിനെ കുറിച്ച് വിശദമായി പറഞ്ഞു കേട്ടോളൂ. മതപ്രബോധനത്തിന് വേണ്ടി സംഘടിച്ചോളൂ, പള്ളികൾ ഉണ്ടാക്കിക്കോളൂ, മദ്രസ ഉണ്ടാക്കിക്കോളൂ, പരിപാടി സംഘടിപ്പിച്ചോളൂ. ഇവിടെ നടക്കുന്ന ഇസ്ലാമിക പ്രബോധനങ്ങളുടെ ആ വലിയ പരിപാടിയുടെ പെർമിഷൻ ആരാ തരുന്നത്? ഭരണഘടന പ്രകാരം തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനാണ് കിട്ടുന്നത്. അതാ നമ്മുടെ നാട്. അത്രയും സൗകര്യം ദഅവത്തിന് വേണ്ടി നമ്മുടെ മുമ്പിലുണ്ട്. ഇസ്ലാം രാജ്യത്ത് കിട്ടൂല പിന്നല്ലേ? നിങ്ങൾ സൗദി പോയിട്ട് നമ്മളെ നാട്ടിലെ AP ഉസ്താദിന്റെ സുന്നത്ത് ജമാഅത്താണ് ഏറ്റവും ശരിയായ ദീൻ എന്നൊന്ന് പറയാൻ പറയും. ഇസ്ലാമിക രാജ്യത്ത് പോലും കിട്ടാത്ത അത്രയും സൗകര്യം ദഅവത്തിന് വേണ്ടി കിട്ടുന്ന നാടാണ് ഈ ഇന്ത്യ രാജ്യം, അതിന്റെ ഭരണഘടന. അതുകൊണ്ട് എല്ലാവരും കൂട്ടരെ പോന്നോളി, നമുക്ക് ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ആൾക്കാരെയും ഇസ്ലാമാക്കാം. ഉളുപ്പുണ്ടോ ചെങ്ങായിയെ? എനക്ക് ഉളുപ്പുണ്ടോ? ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ മഹത്വം അത് മനസ്സിലായോ? മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കി ഈ പണിക്ക് നിൽക്കുവോ? ഏതൊരു മനുഷ്യനും അയാൾക്ക് ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കാനും വിശ്വസിക്കാതിരിക്കാനും ആരാധിക്കാതിരിക്കാനും പ്രചരിപ്പിക്കാനും വിമർശിക്കാനുമുള്ള അവകാശം വകവെച്ചു കൊടുക്കുന്ന ഒരു ഭരണഘടനയുടെ മുമ്പിൽ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നും ഇസ്ലാം അല്ലാത്തതെല്ലാം ഇല്ലാതായി പോകേണ്ടതാണെന്നും ഇസ്ലാം ആകുന്നത് വരെ, മതം അള്ളാഹുവിൻ്റെതാകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യണം എന്നും കൽപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥം പിടിച്ചോണ്ട് ഇയാൾ ജിഹാദിന് ഇറങ്ങാൻ പോവാണ് പോലും. ബുദ്ധിയുള്ളവർക്ക്, ചിന്തിക്കുന്നവർക്ക് ഈ പറഞ്ഞ ഈ സലീം ഉസ്താദിന്റെ ഒരൊറ്റ കച്ചവട ക്ലാസ്സിൽ കാര്യം മനസ്സിലായി അല്ലേ? ഇസ്ലാമിന് അധികാരമുള്ളിടത്ത് ഇന്ത്യയിലുള്ള ഈ സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ല. അത് ഉസ്താദിനെ അറിയാം. സുന്നത്ത് ജമാഅത്തിന്റെ AP ഉസ്താദിനെ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ഖത്തറിലോ ബഹ്റൈനിലോ പോയിട്ട് ഇവരുടെ ഷെയറെ മുബാറക്കിന്റെ കച്ചവടം നടത്താൻ സമ്മതിക്കോ? അവിടെ മൗലൂദ് സമ്മതിക്കോ? ഒരു ഹദ്ദാദ് റാത്തീബ് ചില സമ്മതിക്കോ? സൗദി അറേബ്യയിൽ ഇല്ല, പോലീസ് വരും. അപ്പൊ ഇസ്ലാമിനകത്ത് ആദർശപരമായി ഭരണമുള്ള, ഇസ്ലാമിന്റെ ഭരണമുള്ള സ്ഥലത്ത് ഇസ്ലാമിനകത്തുള്ള വ്യത്യസ്ത ധാരകളെ പോലും പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത അത്രയും സങ്കുചിതമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം കയ്യിൽ പിടിച്ചിട്ട് പറയാണ് നമ്മളെ ഭരണഘടനയിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, ഇങ്ങോട്ട് വരി, നമുക്ക് പോവുക. അസർപ്പേ, സുബൈറേ, ബാസിലേ, ഹിലാലേ, സമതേ, നീച്ചേ, നമുക്ക് ജിഹാദിന് പോകാന്ന്. എന്താ കാരണം? നമുക്ക് അതിനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മള്. അത് നല്ലൊരു അവസരമാണ്, നിങ്ങൾ എല്ലാവരും നീച്ച് നമുക്ക് വേഗം പോകാം. ഒന്നുകൂടി ചോദിക്കണം, ഉളുപ്പുണ്ടോ ചങ്ങായിമാരെ ഈ കിതാബ് കൊണ്ട് നാട്ടിനടുത്ത് ഇറങ്ങാൻ? അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നമുക്ക് കിട്ടിയ ഈ വെളിച്ചത്തിന്റെ വില നമ്മൾ തന്നെ അറിയാനും അത് കാരണമായി തീരും. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ സന്ദേശത്തെ നമ്മുടെ ഇതേ മനസ്ഥിതിയുള്ള നമ്മുടെ ആൾക്കാരൊന്ന് കൂടിയിരുന്ന് നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചാരണം നമ്മൾ ഏറ്റെടുത്താൽ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. അള്ളാഹു അതിനേക്കാളും വലിയ ദരിദ്രവാസി. അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ട് എന്നാണ് പണ്ട് മദീനയിൽ ചെന്നമാട് ചോദിച്ചത്. നിങ്ങൾക്ക് അള്ളാഹുവിന് ഇപ്പൊ കടം കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് കുറെ ആക്കി തിരിച്ചു തരുന്നു. നാട്ടുകാരടുത്ത് വട്ടിപ്പലിശക്ക് പണം പിരിക്കുന്ന ഒരു യാചകന്റെ വേഷം ഖുറാനിൽ ചില സ്ഥലത്ത് അള്ളാഹുവിന് കാണാം. ഇവിടെ എന്താ അള്ളാഹ് പറയണത്? നിങ്ങൾ അള്ളാഹിനെ സഹായിക്കുക, അപ്പൊ അള്ളാഹ് നിങ്ങളെ സഹായിക്കുന്നു. എന്താ അള്ളാഹിനെ സഹായിക്കാരനാ? അള്ളാഹു സഹായിക്കാരനാ ചായയും പൊറാട്ടി വാങ്ങി കൊടുക്കാന്നാ? അല്ല. പടച്ചോനെ സഹായിക്കാന്ന് പറഞ്ഞാൽ പടച്ചോന് വസ്ത്രവും ഭക്ഷണവും ഒന്നും ആവശ്യമില്ല. അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ അടിമകൾ സ്വർഗം കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കലാണ് അള്ളാഹിനെ സഹായിക്കൽ. അതുകൊണ്ട് ആ ദൗത്യം മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഈ ആഹ്വാനത്തെ നെഞ്ചിലേറ്റുന്ന വിശ്വാസിനികളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അത് എന്തായാലും വളരെ നല്ലൊരു ഇതാണ്. ഇദ്ദേഹത്തിന്റെ കുട്ടികളെയും മക്കളെയും അയലൊക്കെക്കാരെയും പള്ളിക്കത്തെ വേറെയുള്ള ആൾക്കാരെയും കൂട്ടിയിട്ട് ജിഹാദിന് ഇറങ്ങുകയാണ്. എന്താണ് ജിഹാദ്? ദഅവത്താണ് ജിഹാദ്.
നമ്മളെ കണ്ണൂരും പരിസരത്തുള്ള സകല ആൾക്കാർക്കും ഇസ്ലാം ദീൻ എത്തിച്ചു കൊടുക്കുകയാണ് അവരുടെ ദൗത്യം. ഈ ദൗത്യത്തിന്റെ പേരിൽ ഇവര് ദഅവ പ്രവർത്തനം വളരെ സജീവമായിട്ട് നടത്തുന്നുണ്ട്. സ്കൂൾ കുട്ടികളെയും കോളേജ് കുട്ടികളെയും ക്യാമ്പസുകളും അതേപോലെ തന്നെ ഹോസ്റ്റലുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം ദഅവ നടത്താൻ വേണ്ടി കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. ഇത്തരം ദഅവ കെണികളിൽ പല കുട്ടികളും വീണു പോകുന്നുണ്ട്. ഈ വിശ്വാസത്തെക്കുറിച്ച് കാര്യമായ ധാരണയില്ലാത്തവരോ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവരോ ഇവരുടെ സ്വർഗ്ഗക്കൊതിയിലും നരകപ്പേടിയിലും ഒരുപക്ഷെ പെട്ടുപോകുന്നുണ്ടാവാം. അപ്പൊ അത്തരം ആളുകൾക്ക് ഇവരുടെ ഈ ദഅവ ബിസിനസ് സംരംഭം ഉള്ളത് കൊണ്ട് തന്നെ അതിനൊരു കൗണ്ടർ പ്രോഡക്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഡി ദഅവ. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതായത് മുർത്തദ് സെന്റർ എന്നൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഡീകൺസ്ട്രക്ട് ടു ഡെവലപ്പ് എന്നുള്ളതാണ് നമ്മൾ അതിന്റെ തീം. അതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ വളരെ തകൃതിയായിട്ട് നടക്കുന്നു. ജനുവരിയിൽ തന്നെ നമ്മൾ അതിന്റെ ഒരു മുർത്തദ് സെന്റർ തുടങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ സ്വതന്ത്രമായ ഈ വിമർശനത്തിന്റെയും ഈ എഴുത്തിന്റെയും പഠനത്തിന്റെയും വിശാലമായിട്ടുള്ള തലത്തിലേക്ക് ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന പരിപാടിയിലേക്ക് നമ്മൾക്ക് ഏതെങ്കിലും ആളുകളുമായിട്ട് നേരിട്ട് സംസാരിക്കേണ്ടയോ സംവദിക്കേണ്ടയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾക്ക് നേരിട്ട് വരേണ്ടതോ കാണേണ്ടതായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെയുള്ള ഒരു സൗകര്യം ഒരുക്കുക എന്ന ഉദ്ദേശവും അതിനകത്തുണ്ട്. ഈ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ഈ മുറിയുടെ ഈ കോണിൽ നിന്ന് നമ്മളുടേതായിട്ടുള്ള സ്വതന്ത്രമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ മാറി പ്രവർത്തിക്കാനും അതിന് പ്രത്യേകമായിട്ടുള്ള തീം തയ്യാറാക്കാനുള്ള പണികൾ നടക്കുന്നു. ലോഗോയുടെ പ്ലാനിങ് ആയി, അതിന്റെ ഡിസൈനിങ്ങും ബാക്കി കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. സ്ഥലം പറ്റിയ എന്താ പറയാ, അതിന് പറ്റുന്ന ഒരു സ്ഥലം നമ്മൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറെ കാര്യങ്ങൾ പരിഗണിക്കാനുണ്ട്. ഏതെങ്കിലും ഒരു ഓഫീസ് എടുക്കുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അവിടുത്തെ സേഫ്റ്റി, സെക്യൂരിറ്റി, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് ഞാൻ നടത്തുന്നുണ്ട്. എന്തായാലും നമ്മുടെ കച്ചവടത്തിൽ കൂടിയിട്ട് പാരത്രികമായ വേറെ എന്തെങ്കിലും നേട്ടമൊന്നുമില്ല. ഭൗതികമായി ഈ തരത്തിലുള്ള വികലമായിട്ടുള്ള ചിന്തയുമായി മനുഷ്യരുടെ ഇടയിൽ ഫിത്ന ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകളെ പ്രതിരോധിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഈ പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ ഇതിന്റെ വിപുലീകരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഉദ്ദേശത്തിൽ മാത്രം ഈ കാര്യങ്ങളിൽ പിന്തുണയ്ക്കാൻ കഴിയുന്നവർക്ക് പിന്തുണക്കാം, സഹകരിക്കാം. അതുപോലെ തന്നെ മറ്റു വീഡിയോകളുമായിട്ട് നാളെ വീണ്ടും കാണാം.